എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ടോപ്പിക്കൊക്കെ ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ പഠിച്ച് നിർത്തിയത് കൺസംഷൻ പസിൽ വരെയായിരുന്നു അല്ലേ? കുസ്നസിൻ്റെ കൺസംഷൻ പസിൽ. ആ ക്ലാസ്സുകളൊക്കെ ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കൺസംഷൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ചില കൺസംഷൻ മോഡൽസിനെ കുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ, ചില കൺസംഷൻ മോഡൽസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഡീപ്പായിട്ട് ചോദിക്കുമോ? ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്. ചിലരുടെ സംശയം ചോദിച്ചിരുന്നു, ഡീപ്പായിട്ട് ചോദിക്കുമോ? അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് നെറ്റിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അതിനകത്തൊന്നും യാതൊരു കൺഫ്യൂഷനും വേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അത്ര ഡീപ്പായിട്ടൊന്നും പോകണ്ട കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കൂളായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പോകുന്നു അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയും. കാരണം ഒരു കൺസംഷൻ മോഡലാണ്, ഒരു കൺസംഷൻ തിയറിയാണ് ഇതെന്ന് പറയും. എന്താണ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് കൺസംഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഓക്കെ, ഇതൊരു കൺസംഷൻ മോഡലാണ്, ഒരു കൺസംഷൻ തിയറിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് നോക്കാം, ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത്? മറ്റാരുമല്ല, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് വാസ് ഡെവലപ്ഡ് ബൈ ദ ഫേമസ് ഇക്കോണമിസ്റ്റ് ജെ.എം. കെയ്ൻസ് അല്ലേ? നമ്മൾ പലപ്പോഴും ആ പേര് നമ്മുടെ തിയറിയിലൊക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ആരാണ്ട് ഇത് ഡെവലപ്പ് ചെയ്തത്? ഡെവലപ്ഡ് ബൈ ജെ.എം. കെയ്ൻസ്. ആരാണ് ഡെവലപ്പ് ചെയ്തത്? ജെ.എം. കെയ്ൻസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് വാസ് ഡെവലപ്ഡ് ബൈ ജെ.എം. കെയ്ൻസ്. ഇനി എന്താണ് ജെ.എം. കെയ്ൻസ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസിൽ പറഞ്ഞത്? ഓക്കെ, അക്കോർഡിംഗ് ടു ജെ.എം. കെയ്ൻസ്, aggregate consumption is a function of aggregate current disposable income. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ്, ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരും. എന്താണ്? അക്കോർഡിംഗ് ടു ജെ.എം. കെയ്ൻസ്, aggregate consumption, that means total consumption of the economy is a function of aggregate current disposable income. അത് എന്തിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും? അപ്പോൾ ആഗ്രിഗേറ്റ് കൺസംഷൻ, ടോട്ടൽ കൺസംഷൻ, ഒരു ഇക്കോണമിയുടെ ടോട്ടൽ കൺസംഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും? ഫംഗ്ഷൻ ഓഫ് ആഗ്രിഗേറ്റ് കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം. ആഗ്രിഗേറ്റ് കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം, അതായത് ആ ഇക്കോണമിയിലെ നിലവിലുള്ള ഡിസ്പോസിബിൾ ഇൻകം, കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം ഒക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ് അല്ലേ? അതായത് ഇൻകം ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ടാക്സ് പേയ്മെന്റിന് ശേഷമുള്ള ഇൻകത്തെയാണെന്ന് പറയുന്നത് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അത് മാത്രമേ നമുക്ക് ആ ഇൻകം ഉപയോഗിച്ച് കൺസ്യൂം ചെയ്യാൻ പറ്റൂ. അപ്പോൾ കെയ്ൻസ് പറയുന്നത് ആഗ്രിഗേറ്റ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഗ്രിഗേറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആഗ്രിഗേറ്റ് കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം എന്നാണ് ആര് പറയുന്നത്? കെയ്ൻസ് പറയുന്നത്. എന്തിലൂടെ പറയുന്നത്? അബ്സല്യൂട്ട് കൺസംഷൻ ഹൈപ്പോത്തിസിസിലൂടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടുത്തെ പോയിന്റ് ഇതാണ്. ആഗ്രിഗേറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആഗ്രിഗേറ്റ് കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം. ആഗ്രിഗേറ്റ് കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം. ഓക്കെ, ഇനി നോക്കാം എന്താണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്. The relation between consumption and income is based on his psychological law of consumption. ഇപ്പോൾ കെയ്ൻസിൻ്റെ മറ്റൊരു തിയറി ഓഫ് കൺസംഷൻ ഉണ്ട്, സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ തന്നെ തിയറി ആയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ തന്നെ കോൺസെപ്റ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. കൺസംഷൻ്റെ മറ്റൊരു ലോ ആണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. അതിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ദാറ്റ് ഈസ് when income increases, ഇൻകം വർദ്ധിക്കുമ്പോൾ, ഇൻകം കൂടുമ്പോൾ, വരുമാനം കൂടുമ്പോൾ, കൺസംഷൻ ആൾസോ ഇൻക്രീസസ്. അതിൽ യാതൊരു സംശയം ആർക്കുമില്ലല്ലോ. ഇൻകം കൂടുമ്പോൾ കൺസംഷൻ എന്ത് ചെയ്യുന്നു? when income increases, consumption also increases. But by a smaller amount. അതായത് ഇൻകം കൂടുന്നു, 100 രൂപ ഇൻകം കൂടി, നമ്മുടെ നിലവിലുള്ള വരുമാനത്തിനോടൊപ്പം എന്ത് ചെയ്തു? 100 രൂപ കൂടി ഇൻകം വർദ്ധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺസംഷൻ എന്ത് ചെയ്യും? കൂടും. ഏതാണ് കെയ്ൻസ് പറയുന്നത്, സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രപ്പോർഷൻ എന്താണ്? ബൈ എ സ്മോളർ എമൗണ്ട്. അതായത് 100 രൂപ വരുമാനം വർദ്ധിച്ചാൽ 100 രൂപയ്ക്കും ആളുകൾ എന്ത് ചെയ്യില്ല? കൺസ്യൂം ചെയ്യില്ല. ഒരു 70 രൂപയോ 80 രൂപയോ
അവരെന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യുമെന്നാണ് പറയുന്നത്. ബാക്കി 20 രൂപ എന്ത് ചെയ്യും? സേവ് ചെയ്യും. അപ്പോൾ ഇൻകം വർദ്ധിക്കുന്ന അതേ പെർസെന്റ്, 10% ഇൻകം വർദ്ധിച്ചാൽ 10% കൺസംഷനിൽ വർധന ഉണ്ടാകില്ല എന്നാണ് ആര് പറഞ്ഞു വയ്ക്കുന്നത്? ജെയിംസ് കെയ്ൻസ് പറഞ്ഞു വയ്ക്കുന്നത്. ഏതിലൂടെ? സൈക്കോളജിക്കൽ ഓഫ് കൺസംഷനിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ആ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ ആണ് എന്തിന്റെ ബേസ്? ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കി, ഇനി കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ എങ്ങനെ സിംബോളിക്കലായിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും? നോക്ക്, നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, കൺസംഷൻ പസിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് സി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ പ്ലസ് സി വൈ, സി ഈസ് ഈക്വൽ ടു എ പ്ലസ് സി വൈ. ഇതാണ് എന്ത്? കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ എന്താണ്ട്? സി ഈസ് ഈക്വൽ ടു എ പ്ലസ് സി വൈ. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കൺസംഷൻ പസിൽ പഠിച്ച സമയത്തൊക്കെ, കെയ്ൻസും കുസ്നെറ്റ്സും പഠിച്ച സമയത്തൊക്കെ നമ്മൾ ഈക്വേഷൻ യൂസ് ചെയ്തതാണ്. ഇവിടെ എന്താണ് സി നോക്കാം. അപ്പോൾ സി എന്ന് പറയുന്നത് ടോട്ടൽ കൺസംഷൻ ആണ്. സി എന്താണ്? ടോട്ടൽ കൺസംഷൻ. നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന സി എന്ന് പറയുന്നത് ടോട്ടൽ കൺസംഷൻ ആണ്. ഇനി എ എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓട്ടോണമസ് കൺസംഷൻ. എന്താണ് ഓട്ടോണമസ് കൺസംഷൻ? ഇൻകം 0 ആയിരിക്കുമ്പോൾ ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വെൻ ഇൻകം ഈസ് 0, അല്ലെങ്കിൽ വെൻ ഇൻകം ഈസ് നിൽ. ഇൻകം 0 ആയിരിക്കുമ്പോൾ ഒരു കൺസംഷൻ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചല്ലോ. അതാണ് ഓട്ടോണമസ് കൺസംഷൻ. ഓട്ടോണമസ് കൺസംഷൻ. ഇനി എന്താണ് സ്മോൾ ലെറ്റർ സി? എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എം പി സി അല്ലേ? എം പി സി ആണ് സ്മോൾ ലെറ്റർ സി. വൈ എന്ന് പറയുന്നത് വെറും ഇൻകം അല്ല, ഡിസ്പോസിബിൾ ഇൻകം. വൈ എന്താണ്? ഡിസ്പോസിബിൾ ഇൻകം. അതിനെ വൈ ഡി എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇക്വേഷൻ നോക്കിക്കോണം. ഇവിടെ ഇൻകം, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ, അതെന്ത് എവിടെ തന്നിരുന്നാലും ആ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് സി വൈ എന്നാണ്. അവിടെ സി എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് പറയുന്ന ടോട്ടൽ കൺസംഷൻ, എ ഓട്ടോണമസ് കൺസംഷൻ, സ്മോൾ ലെറ്റർ സി എന്താണ്? എം പി സി ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. വൈ എന്താണ്? ഡിസ്പോസിബിൾ ഇൻകം, അതായത് ഇൻകം ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ടാക്സ്. അതിന് നമ്മൾ വൈ എന്നോ വൈ ഡി എന്നോ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി നോക്ക്, ഹിയർ the value of A, autonomous consumption ന്റെ വാല്യൂ എന്ന് പറയുന്നത് always be greater than 0. എന്തിനേക്കാൾ കൂടുതലായിരിക്കും? always be greater than 0. സീറോയുടെ അതിന്റെ വാല്യൂ എന്താണ്? 0യേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഇൻകം 0 ആയിരിക്കുമ്പോൾ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഓട്ടോണമസ് കൺസംഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഓട്ടോണമസ് കൺസംഷൻ എന്താവില്ല? 0 ആകില്ല. കാരണം നമുക്ക് വരുമാനമില്ലെങ്കിലും നമ്മൾ കടം മേടിച്ചായാലും നമ്മൾ കൺസ്യൂം ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് സേവിങ്സ് ഉപയോഗിച്ച് നമ്മൾ കൺസ്യൂം ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എയുടെ വാല്യൂ എന്ന് പറയുന്ന ഓട്ടോണമസ് കൺസംഷന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി എം പി സിയുടെ വാല്യൂ നോക്ക്. ദ വാല്യൂ ഓഫ് എം പി സി എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ 1 അല്ലേ? വാല്യൂ ഓഫ് എം പി സി എന്താണ്? സി എന്ന് പറഞ്ഞാൽ എം പി സി ആണെന്ന് അറിയാമല്ലോ. വാല്യൂ ഓഫ് എം പി സി എന്ന് പറയുന്നത് എന്ത്? ഇറ്റ്സ് വാല്യൂ ആൾവേസ് ബി ഗ്രേറ്റർ ദാൻ 0. അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0. കാരണം എം പി സി എന്താണ്? വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ആൾസോ ഇൻക്രീസസ്. അതാണ് എം പി സി എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ കൺസംഷൻ ആണ്. ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ചേഞ്ച് ചെയ്യുന്ന കൺസംഷൻ ആണ് ഏത്? എം പി സി എന്ന് പറയുന്നത്. അപ്പോൾ വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ആൾസോ ഇൻക്രീസസ്. അപ്പോൾ അതുകൊണ്ട് ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ കൺസംഷൻ വർദ്ധിക്കുന്നത് കൊണ്ട് അതിന്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ബട്ട് ലെസ് ദാൻ 1. എന്ന് വെച്ചാൽ ഇൻകത്തിന്റെ അതേ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യില്ല? കൺസംഷൻ വർദ്ധിക്കുകയില്ല. ഓക്കെ ആണല്ലോ? ഇതാണ് കൺസംഷൻ ഇക്വേഷൻ എന്ന് പറയുന്ന കൺസംഷൻ ഇക്വേഷൻ. അപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എം പി സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ 1. 0യേക്കാൾ കൂടുതലും എന്നാൽ 1നേക്കാൾ കുറവും ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ എ ഓട്ടോണമസ് കൺസംഷൻ നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ എന്താണ് അത്? കർവായിട്ട് കൺസംഷൻ ലൈൻ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കൺസംഷൻ കർവ് വരയ്ക്കുമ്പോൾ അതെന്തായിരിക്കും? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആയിരിക്കും. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കൺസംഷൻ കർവ് വരയ്ക്കുമ്പോൾ അതെന്തായിരിക്കും? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. കൺസംഷൻ കർവ് ഇതാണ് സി. അപ്പോൾ അതൊരിക്കലും എന്ത്? 0യിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതാണ്, ആൾറെഡി പഠിച്ചതാണ്. സി എന്ന് പറയുന്ന കൺസംഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കൺസംഷൻ കർവ് എന്ന് പറയുന്നത് ഒരിക്കലും എവിടെ നിന്നല്ല? 0യിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം വെൻ ഇൻകം ഈ 0 there exists a consumption, it is called autonomous consumption അല്ലേ? ഓട്ടോണമസ് കൺസംഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ വാല്യൂ എവിടെ നിന്നായിരിക്കും ആരംഭിക്കുക? വൈ ആക്സിൽ നിന്നായിരിക്കും ആരംഭിക്കുക. അതുകൊണ്ട് ആ പോയിന്റിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോണമസ് കൺസംഷൻ അല്ലെങ്കിൽ കൺസംഷൻ ലൈനിന്റെ, കൺസംഷൻ കർവിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ് എ എന്ന് പറയുന്നത്. അടുത്ത് നോക്കി, സി ഓൾറെഡി പറഞ്ഞതാണ്, എം പി സി ആണ്. വൈ എന്താണ്? ഡിസ്പോസിബിൾ ഇൻകം. വൈ ഡിസ്പോസിബിൾ ഇൻകം ആണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നോക്ക്, കെയ്ൻസ് സ്റ്റേറ്റ്സ് ദാറ്റ്
ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം. അല്ലെ, കെയ്ൻസ് സ്റ്റേറ്റ്സ് ദാറ്റ്, കെയ്ൻസ് പ്രസ്താവിക്കുന്നു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം. കൺസംഷനും കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം അല്ലെങ്കിൽ കൺസംഷനും ഇൻകം തമ്മിലുള്ള റിലേഷൻഷിപ്പ് മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എന്താണ് ഇവിടെ കൺസംഷനും ഇൻകവും തമ്മിലുള്ള അല്ലെങ്കിൽ കൺസംഷനും ഡിസ്പോസിബിൾ ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. ലീനിയർ ആയിരിക്കും, ഒന്നുകിൽ നേർരേഖയിലായിരിക്കും, അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ കർവ് ഷേപ്പിലായിരിക്കും വരിക. ഓക്കെ ആണല്ലോ, അത് നോട്ട് ചെയ്ത് വെച്ചോണം, പഠിക്കേണ്ട പോയിന്റ് ആണ്. ഇവിടെ കൺസംഷൻ ഫംഗ്ഷനിൽ കൺസംഷനും ഡിസ്പോസിബിൾ ഇൻകവും അല്ലെങ്കിൽ കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കെയ്ൻസ് പറയുന്നത് എന്താണ്? അത് ഒന്നുകിൽ ലീനിയർ ആയിരിക്കാം അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്ക്. ഇനി ഇതിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, ചില അസംഷൻസ് ഉണ്ട്. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്ക്. ആസ് ഇൻകം ഇൻക്രീസസ് APC ഫാൾസ്. നമ്മൾ കൺസംഷൻ പസിലിൽ ഇതുകൂടി ചേർത്ത് പഠിച്ചതാണ്. വെൻ ഇൻകം ഇൻക്രീസസ്, കെയ്ൻസ് പറയുകയാണ് അക്കോർഡിംഗ് ടു JM കെയ്ൻസ്, വെൻ ഇൻകം ഇൻക്രീസസ്, വെൻ ഡിസ്പോസിബിൾ ഇൻകം ഇൻക്രീസസ് APC ഫാൾസ്. ഇൻകം കൂടുമ്പോൾ APC എന്ത് ചെയ്യും? കുറയും. കാരണം ഒരു ലെവൽ വരെ എത്തുമ്പോൾ, ഇൻകം കൂടി ഒരു ലെവൽ വരെ എത്തുമ്പോൾ നമ്മുടെ കൺസംഷൻ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറപ്പെടും അല്ലേ? പിന്നീട് വീണ്ടും ഇൻകം കൂടിയാൽ APC പിന്നീട് എന്ത് ചെയ്യത്തില്ല? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കൂടുകയില്ല, മറിച്ച് APC എന്ത് ചെയ്യും? കുറയുമെന്നാണ് കെയ്ൻസ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ വെൻ അല്ലെങ്കിൽ ആസ് ഇൻകം ഇൻക്രീസസ് APC ഫാൾസ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ആസ് ഇൻകം ഇൻക്രീസസ്, ഇൻകം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ തുടക്കത്തിലൊക്കെ എന്ത് ചെയ്യും? APC കൂടി പോകും. പക്ഷേ ഒരു ലെവൽ കഴിയുമ്പോൾ APC എന്ത് ചെയ്യാൻ തുടങ്ങും? ഫാൾ ചെയ്യാൻ തുടങ്ങുമെന്നാണ് ആര് പറയുന്നത്? കെയ്ൻസ് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? ഒരു ലെവൽ കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ആവശ്യമില്ല അല്ലേ? നമ്മളിപ്പോൾ പിന്നെ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, സാമ്പത്തിക ശേഷി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറപ്പെട്ട് പിന്നെ എന്താണ്? ഇൻകം കൂടുമ്പോൾ പിന്നീടും എന്ത് ചെയ്യേണ്ട കാര്യമില്ല? കൺസംഷൻ വർദ്ധിപ്പിക്കേണ്ട കാര്യം ഇല്ല. ഇനി നോക്ക്, ദ MPC ഈസ് പോസിറ്റീവ്. MPC എന്താണ്? പോസിറ്റീവ് ആണ്. MPC എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. ബട്ട് ലെസ് ദാൻ യൂണിറ്റി. പക്ഷെ എന്തായിരിക്കും? ലെസ് ദാൻ യൂണിറ്റി. കാരണം ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന അതേ പ്രപ്പോർഷനിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? MPC വർദ്ധിക്കും. അതുകൊണ്ടാണ് എൻ്റെ വാല്യൂ ലെസ് ദാൻ യൂണിറ്റി എന്ന് പറയുന്നത്. MPCയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് ആവുകയില്ല. പക്ഷേ അത് ലെസ് ദാൻ 1 ആണ് അല്ലേ? ഗ്രേറ്റർ ദാൻ 0 ആണ്, ബട്ട് ലെസ് ദാൻ 1. സോ ദാറ്റ് ഹയർ ഇൻകം ലീഡ്സ് ടു ഹയർ കൺസംഷൻ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഹയർ ഇൻകം ലീഡ്സ് ടു ഹയർ കൺസംഷൻ. ഹയർ ഇൻകം എന്തിലേക്ക് നയിക്കുന്നു? ഹയർ കൺസംഷനിലേക്ക് നയിക്കുന്നു. അതിൽ ഉയർന്ന വരുമാനം ഉയർന്ന കൺസംഷനിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് വിടുന്നു. അത് MPC പോസിറ്റീവ് ആണ്, പക്ഷെ ഒരിക്കലും ലെസ് ദാൻ 1. അതിന്റെ അർത്ഥം ഇൻകം കൂടുന്ന അതേ പ്രപ്പോർഷനിൽ ഒരിക്കലും കൺസംഷൻ കൂടില്ല. അതുകൊണ്ടാണ് എൻ്റെ വാല്യൂ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്ക്. The consumption expenditure increases with increase in income, but non-proportionately. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. The consumption expenditure increases with increase in income. ഓക്കെ ആണല്ലോ? ബട്ട് നോൺ പ്രൊപ്പോർഷനേറ്റ്ലി. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന, ഇപ്പോൾ ഇൻകം 10% ഇൻക്രീസ് ചെയ്താൽ അതേ 10% കൺസംഷൻ ഇൻക്രീസ് ചെയ്യുകയില്ല. അതാണ് നോൺ പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നോൺ പ്രൊപ്പോർഷണലി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് the short run APC and MPC do not coincide. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? It implies that the short run APC and in the short run, short period APCയും MPCയും do not coincide. ഒരിക്കലും ഒരുമിച്ച് വരികയില്ല. do not coincide. APC MPC എന്താവുകയില്ല? ഈക്വൽ ആവുകയില്ല. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇൻ ദ ഷോർട്ട് റണ്ണിൽ APC and MPC do not coincide. APC MPC എന്ത് ചെയ്യില്ല? do not coincide. ഒരിക്കലും ഒരുമിച്ച് ചേരുകയില്ല. അതായത് MPC എന്തായിരിക്കും? the value of MPC be less than APC. APCയേക്കാൾ കുറവായിരിക്കും എന്തിന്റെ വാല്യൂ? MPCയുടെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ? MPCയുടെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ APC. ഒരിക്കലും APC is equal to MPC എന്ന് എവിടെ വരില്ല? ഷോർട്ട് റണ്ണിൽ കെയ്നീഷ്യൻ മോഡലിൽ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസിൽ APCയും MPCയും ഈക്വൽ ആയിട്ട് വരികയില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ഷോർട്ട് റൺ APC ആൻഡ് MPC ഡു നോട്ട് കോയിൻസൈഡ്. ഒരിക്കലും അത് കോയിൻസൈഡ് ചെയ്യുകയില്ല, ഈക്വൽ ആയിട്ട് വരികയില്ല. മറിച്ച് MPC APCയേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കുമെന്നാണ് ആര് പറയുന്നത്? കെയ്ൻസ് പറയുന്നത്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഇനി നോക്കി, ദിസ് കൺസംഷൻ ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ഈസ് സ്റ്റേബിൾ അല്ലേ? ഈ കൺസംഷൻ ഫംഗ്ഷൻ, കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ബോത്ത് ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ഇൻ ദ ലോങ് റൺ.
ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ എന്ത് സ്റ്റേബിൾ ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. അത് പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ്. ഷോർട്ട് റണ്ണിൽ അതുപോലെ ലോങ് റണ്ണിൽ കൺസംഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും? കൺസംഷൻ ഫംഗ്ഷൻ ഈസ് സ്റ്റേബിൾ അല്ലേ? കൺസംഷൻ ഫംഗ്ഷൻ കെയ്ൻസ് പറയുന്ന അക്കോർഡിംഗ് ടു കെയ്ൻസ് കൺസംഷൻ ഫംഗ്ഷൻ ഈസ് സ്റ്റേബിൾ ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ഇൻ ദ ലോങ് റൺ, ബോത്ത് ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ഇൻ ദ ലോങ് റൺ. ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും കൺസംഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ദാറ്റ് ഈസ് ഓട്ടോണമസ് കൺസംഷൻ ആൻഡ് MPC are constant. Autonomous consumption and MPC are constant. Autonomous consumption MPC എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, ആസ് ഇൻകം ഇൻക്രീസസ് APC ഫാൾസ്. ഇൻകം കൂടുമ്പോൾ APC കുറയുന്നു. അപ്പോൾ ഇത് ഒരുപാട് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ച് നോക്കരുത്. ഇതിനെന്താണ്, ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഇവരുടെ തിയറിക്ക്. കാരണം അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇവരുടേതായൊരു തിയറി ഫോം ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ലോജിക്കലി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത് കിട്ടത്തില്ല. അപ്പോൾ ഇവരെന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ പഠിക്കുക. അതാണ് നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. കാരണം ഇനി നമ്മൾ വേറെ തിയറി, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, അപ്പോൾ അവിടെ വരുമ്പോൾ എന്താണ്, കൺഫ്യൂഷൻ വരരുത്. അത് അവരുടേതായിട്ടുള്ള അത് ആരാണോ ഡെവലപ്പ് ചെയ്തത് ആ ഇക്കോണമിസ്റ്റുകളുടേതായ കോൺസെപ്റ്റുകളാണ്. ഇത് കെയ്ൻസിൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അതേ നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, റാഷണലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാകും. അപ്പോൾ കാര്യം ഇത് മോഡൽസ് ആണ്, തിയറീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഇവരുടെ കോൺസെപ്റ്റാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ആസ് ഇൻകം ഇൻക്രീസസ് APC ഫാൾസ്. The second one, the MPC is positive but less than unity. MPC പോസിറ്റീവ് ആണ് പക്ഷേ ലെസ് ദാൻ യൂണിറ്റി ആണ്. സോ ദ ഹയർ ഇൻകം ലീഡ്സ് ടു ഹയർ കൺസംഷൻ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഹയർ ഇൻകം ലീഡ്സ് ടു ഹയർ കൺസംഷൻ. തേർഡ് പോയിന്റ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം. കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻകത്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു, ബട്ട് നോൺ പ്രൊപ്പോർഷണലി. എങ്ങനെയല്ല? പ്രൊപ്പോർഷണലി അല്ല, നോൺ പ്രൊപ്പോർഷണലി ആണ്. പിന്നെ പറഞ്ഞു, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് in the short run APC and MPC do not coincide. APC MPCയും ഷോർട്ട് റണ്ണിൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഒരുമിച്ച് വരികയില്ല, ഈക്വൽ ആയിട്ട് വരികയില്ല. അതെന്തായിരിക്കും? MPC വാല്യൂ ഓഫ് MPC ബി ലെസ് ദാൻ APC. MPCയുടെ വാല്യൂ APCയുടെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞു, ദിസ് കൺസംഷൻ ഈസ് സ്റ്റേബിൾ. ഈ കൺസംഷൻ എന്താണ്? സ്റ്റേബിൾ ആണ്. ബോത്ത് ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും എന്താണ്? സ്റ്റേബിൾ ആയിരിക്കും. That is autonomous consumption function and MPC are constant. അതായത് ഓട്ടോണമസ് കൺസംഷനും MPCയും എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. എയും MPCയും സിയും അല്ലേ? കൺസംഷൻ ഫംഗ്ഷനിൽ എയും സിയും, സ്മോൾ ലെറ്റർ സിയും, അത് രണ്ടും എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും, ബോത്ത് ഇൻ ഷോർട്ട് റൺ ആൻഡ് ഇൻ ദ ലോങ് റൺ. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്. ഓക്കെ, നെക്സ്റ്റ് മോഡലിലേക്ക് നമ്മൾ പോകുന്നു. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്. അപ്പോൾ കെയ്ൻസ് നമ്മൾ പറഞ്ഞ കെയ്ൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞത് കൺസംഷൻ എന്ന് പറയുന്നത് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം എന്നാണ് പറഞ്ഞത് അല്ലേ? നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കൺസംഷൻ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം എന്നാണ് കെയ്ൻസ് പറഞ്ഞത്. പക്ഷേ ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് ഏത് വരുന്നത്? റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് വരുന്നത്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് ഏതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് വരുന്നത്? ഈ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മറ്റൊരു തിയറി വരികയാണ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്. നമുക്ക് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ഡ്യൂസൻബറി. ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്? ജെയിംസ് ഡ്യൂസൻബറി. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഓർക്കുക. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് വാസ് ഡെവലപ്ഡ് ബൈ അല്ലെങ്കിൽ ഇറ്റ് വാസ് ഗിവൺ ബൈ ജെയിംസ് ഡ്യൂസൻബറി. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു? ഹി റിജക്റ്റഡ് the fundamental assumptions of absolute income hypothesis. He rejected. അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നു. എന്തിനാണ് റിജക്റ്റ് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ അസംഷൻ ഓഫ് absolute income, assumptions of absolute income hypothesis. absolute income hypothesisൽ കെയ്ൻസ് ഫോളോ ചെയ്ത അസംഷൻസിനെ ആര് റിജക്റ്റ് ചെയ്യുന്നു? ആര് തള്ളിക്കളയുന്നു? ജെയിംസ് ഡ്യൂസൻബറി റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസിലൂടെ റിജക്റ്റ് ചെയ്യുന്നു. നമുക്ക് ഡ്യൂസൻബറി എന്താണ് പറയുന്നത്? ഡ്യൂസൻബറി സ്റ്റേറ്റ്സ് ദാറ്റ് every individual consumption, every individual's consumption, എല്ലാ വ്യക്തികളുടെയും കൺസംഷൻ അല്ലേ? നിങ്ങളുടെയും എൻ്റെയും അല്ലേ? എല്ലാവരുടെയും കൺസംഷൻ ബിഹേവിയർ, കൺസംഷൻ ബിഹേവിയർ അല്ലെങ്കിൽ കൺസംഷൻ പാറ്റേൺ ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ്. അതെന്തല്ല? സ്വതന്ത്രമല്ല. ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ്. എന്ത്? ഇൻഡിപെൻഡന്റ് അല്ല, സ്വതന്ത്രമല്ല.
ബട്ട് ഇന്റർ ഡിപ്പെൻഡന്റ്. പക്ഷേ പിന്നെ എന്താണ്? ഇന്റർ ഡിപ്പെൻഡന്റ് ആണ് അല്ലേ? എന്താണെന്ന് പറയുന്നത്? ഇന്റർ ഡിപ്പെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഡ്യൂസംബറി എന്താണ് പറഞ്ഞത്? എവരി ഇൻഡിവിജ്വൽസ് കൺസംഷൻ ബിഹേവിയർ ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ്. സ്വതന്ത്രമല്ല, പക്ഷേ എന്താണ്? ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. എന്തിന് ഇന്റർ ഡിപ്പെൻഡന്റ്? എന്തുമായിട്ട് ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്? എന്തുമായിട്ട് ചേർന്ന് നിൽക്കുന്നു? ഓഫ് ദ ബിഹേവിയർ ഓഫ് എവരി അതർ ഇൻഡിവിജ്വൽ. എന്തുമായിട്ട് ചേർന്ന് നിൽക്കുന്നതേ? ബട്ട് ഇന്റർ ഡിപ്പെൻഡന്റ് ഓഫ് ദ ബിഹേവിയർ ഓഫ് എവരി അതർ ഇൻഡിവിജ്വൽ അല്ലേ? അപ്പോൾ ഒരിക്കലും എന്തല്ല കൺസംഷൻ ബിഹേവിയർ, എൻ്റെ കൺസംഷൻ എന്തല്ല? ഇൻഡിപെൻഡന്റ് അല്ല, സ്വതന്ത്രമല്ല. എൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, മറ്റെന്തിനുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്, മറ്റെന്തിനെയും ആശ്രയിച്ച് നിൽക്കുകയാണ്. എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഓഫ് ദ ബിഹേവിയർ ഓഫ് എവരി അതർ ഇൻഡിവിജ്വൽ. മറ്റ് ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ മറ്റ് ഇൻഡിവിജ്വൽസിന്റെ കൺസംഷൻ പാറ്റേണുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് എൻ്റെ കൺസംഷൻ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺസംഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്? മറ്റൊരു വ്യക്തി, നിങ്ങളുടെ അയൽവാസിയോ അല്ലെങ്കിൽ സുഹൃത്തോ അല്ലെ, നിങ്ങൾ പരിചയപ്പെടുന്ന മറ്റൊരു വ്യക്തിയോ അവരുടെ കൺസംഷൻ ബിഹേവിയറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളുടെ കൺസംഷൻ. അല്ലാതെ ഡിസംബറി പറയുന്നു നിങ്ങളുടെ കൺസംഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കറണ്ട് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയല്ല അല്ലേ? അതാണ് ഇവിടെ പറയുന്നത് ഇന്റർ ഡിപ്പെൻഡന്റ് ഓഫ് ദ ബിഹേവിയർ ഓഫ് എവരി അതർ ഇൻഡിവിജ്വൽ എന്നാണ് ആര് പറയുന്നത്? ഡ്യൂസംബറി പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, സച്ച് കൺസംഷൻ റിലേഷൻസ്. നമ്മളിവിടെ പറഞ്ഞു ഇതെന്തുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? കൺസംഷൻ ബിഹേവിയർ ഓഫ് എവരി അതർ ഇൻഡിവിജ്വൽ, മറ്റു വ്യക്തികളുടെ കൺസംഷൻ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. സച്ച് കൺസംഷൻ റിലേഷൻസ് ആർ ഇറിവേഴ്സബിൾ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന കൺസംഷൻ റിലേഷൻസ് അല്ലെങ്കിൽ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറിവേഴ്സബിൾ ആണ്. ഇറിവേഴ്സബിൾ എന്ന് വെച്ചാൽ റിവേഴ്സബിൾ അല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, നമ്മൾ മറ്റൊരാളുടെ കൺസംഷൻ ബിഹേവിയർ, ഇപ്പോൾ എൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരാൾ, അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഇൻകം കൂടിയ ആളാണ്, ഹൈ ഇൻകം ക്ലാസ് ആണ്. അയാൾ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ കൺസംഷൻ നടത്തുന്നു, കൂടിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. ഇതിനെ ആര് ഇമിറ്റേറ്റ് ചെയ്യുന്നു? അയൽവാസിയായ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. കാര്യം എൻ്റെ വരുമാനം നോക്കിയിട്ടല്ല. അപ്പോൾ അവരുടെ കൺസംഷൻ നോക്കിയിട്ട് എൻ്റെ അയൽവാസിയായ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു? നല്ല കാർ മേടിക്കുന്നു, അല്ലെ നല്ല ഭക്ഷണം മേടിക്കുന്നു, നല്ല വസ്ത്രം വാങ്ങുന്നു. അത് കണ്ടിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു? എൻ്റെ കൺസംഷൻ കൂട്ടുന്നു. അപ്പോൾ എൻ്റെ കൺസംഷൻ എന്ത് ചെയ്തു? എന്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? കൺസംഷൻ ബിഹേവിയർ ഓഫ് മൈ നെയ്ബർ അല്ലേ? എൻ്റെ നെയ്ബറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കൺസ്യൂം ചെയ്ത് പോവുകയാണ്. അങ്ങനെ കൺസ്യൂം ചെയ്ത് പോകുന്ന എൻ്റെ കൺസംഷൻ എന്ത്? ഇറിവേഴ്സബിൾ ആണ്. ഇങ്ങനെ കൺസംഷൻ പാറ്റേൺ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എനിക്ക് എന്താണ്? ഒരു നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാകും, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ഞാനിങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ വരുമാനം കുറയുന്നു. പെട്ടെന്ന് വരുമാനം കുറഞ്ഞാലും ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? കൺസംഷൻ കുറയ്ക്കില്ല. കാരണം എന്താണ്? ഞാനൊരു കൺസംഷൻ സെറ്റ് ചെയ്ത് വെച്ചു. കാരണം ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് കോവിഡ് വന്നു അല്ലേ? നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ജീവിച്ചു പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് എന്ത് വന്നത്? കോവിഡ് ബാധിച്ചത്. അപ്പോൾ നമ്മുടെ വരുമാനം കുറഞ്ഞു. പക്ഷേ വരുമാനം കുറഞ്ഞിട്ട് പോലും നമ്മളിൽ പലരും എന്ത് ചെയ്യുന്നില്ല? കൺസംഷൻ കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. എന്ന് വെച്ചാൽ വലിയ തോതിൽ കൺസംഷൻ കുറയ്ക്കുന്നില്ല. ഇൻകം കുറഞ്ഞതുപോലെ അതിന് ആനുപാതികമായിട്ട് കൺസംഷൻ കുറയ്ക്കില്ല. കാര്യം എന്താണ്? നമ്മുടെ ബിഹേവിയർ അങ്ങനെയാണ്. നമ്മളൊരു കൺസംഷൻ പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് താഴോട്ട് പോകാൻ ആരും തയ്യാറാകില്ല. അതാണ് പറയുന്നത് ഇറിവേഴ്സബിൾ ആണ് കൺസംഷൻ. എന്താണ്? ഇറിവേഴ്സബിൾ ആണ് എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്ക്. അക്കോർഡിംഗ് ടു ഡ്യൂസൻബറി, ഡിഫറൻസസ് ഇൻ റിലേറ്റീവ് ഇൻകംസ് ദാറ്റ് ഡിറ്റർമിൻസ് ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻ എ കമ്മ്യൂണിറ്റി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അക്കോർഡിംഗ് ടു ഡ്യൂസൻബറി, ഡിഫറൻസസ് ഇൻ റിലേറ്റീവ് ഇൻകംസ്, റിലേറ്റീവ് ഇൻകത്തിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് ഈ പോയിന്റ് ഒക്കെ എടുത്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഡ്യൂസൻബറി, ഡിഫറൻസസ് ഇൻ റിലേറ്റീവ് ഇൻകംസ്, എന്തിലുണ്ടാകുന്ന വ്യത്യാസം? റിലേറ്റീവ് ഇൻകത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അതായത് എൻ്റെ നെയ്ബറുടെ ഇൻകത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, റിലേറ്റീവ് ഇൻകത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ദാറ്റ് ഡിറ്റർമിൻസ് ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു സമൂഹത്തിലെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്, നിർണ്ണയിക്കുന്നത് എന്താണ്? അയാളുടെ കറണ്ട് ഇൻകം ആണോ? അല്ല. കെയ്ൻസ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം എന്നാണ്. പക്ഷേ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഇൻകത്തെ അല്ല. പിന്നെയോ ഡിഫറൻസസ് ഇൻ റിലേറ്റീവ് ഇൻകംസ്. ഞാൻ എൻ്റെ ഇൻകം ആരുമായിട്ട് കമ്പയർ ചെയ്യും? മറ്റൊരു വ്യക്തിയുടെ ഇൻകവുമായിട്ട് കമ്പയർ ചെയ്യും. ആ റിലേറ്റീവ് ഇൻകം നോക്കിയിട്ടാണ് എൻ്റെ കൺസംഷൻ എന്ത് ചെയ്യപ്പെടുന്നത്? ഡിപ്പെൻഡ് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അതുപോലെയാണ് ബാക്കി എല്ലാവരുടെയും കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അക്കോർഡിംഗ് ടു ഡ്യൂസൻബറി, differences in relative incomes
that determines the consumption expenditures in a community. Clear അല്ലേ? ഇനി നോക്ക്, he reveals, അദ്ദേഹം വ്യക്തമാക്കുന്നു, the social character of consumption patterns. ഇതിലൂടെ അദ്ദേഹം എന്താണ് റിവീൽ ചെയ്യുന്നത്? സോഷ്യൽ ക്യാരക്ടർ ഓഫ് കൺസംഷൻ പാറ്റേൺ. സോഷ്യൽ ക്യാരക്ടർ ആണ് ഇവിടെ കൺസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസംഷൻ പാറ്റേണിന്റെ എന്താണ്? ഒരു സോഷ്യൽ ക്യാരക്ടർ അല്ലേ? ഒരു സോഷ്യൽ ക്യാരക്ടറാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്താണ് റിവീൽ ചെയ്യുന്നത് ഇവിടെ? സോഷ്യൽ ക്യാരക്ടർ ഓഫ് കൺസംഷൻ പാറ്റേൺ. അതായത് എൻ്റെ കൺസംഷൻ എൻ്റെ ഇംഗത്തെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, പിന്നെയോ സോഷ്യൽ ക്യാരക്ടറിനെയാണ്, മറ്റുള്ളവരുടെ ഇംഗത്തെ, മറ്റുള്ളവരുടെ കൺസംഷൻ പാറ്റേണിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സോഷ്യൽ ക്യാരക്ടർ ഓഫ് കൺസംഷൻ പാറ്റേൺ ആണ് ഇതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? നോക്ക്, അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തിസിസ്, കൺസംഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം ഓഫ് അതർ ഇൻഡിവിജ്വൽസ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ്, ഇൻകം ഓഫ് അതർ ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി. ദാറ്റ് ഈസ്, ഇൻഡിവിജ്വൽസ് ട്രൈ ടു ഇമിറ്റേറ്റ് ദ കൺസംഷൻ ലെവൽസ് ഓഫ് ദെയർ നെയ്ബേഴ്സ്. അല്ലേ? വ്യക്തികൾ എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വൽസ് ട്രൈ ടു ഇമിറ്റേറ്റ് ദ കൺസംഷൻ ലെവൽസ് ഓഫ് ദെയർ നെയ്ബേഴ്സ്. വ്യക്തികൾ അവരുടെ അയൽവാസികളുടെ കൺസംഷൻ പാറ്റേൺ എന്ത് ചെയ്യുന്നു? ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലേ? അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഇൻ എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, അല്ലേ? ഒരു സമൂഹത്തിലുള്ള അയൽവാസികളുടെ അല്ലെങ്കിൽ പരിചയക്കാരുടെ കൺസംഷൻ പാറ്റേൺ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ഇമിറ്റേഷനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ കൺസംഷൻ നിൽക്കുന്നത്. ദിസ് ഈസ് കാൾഡ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത്? ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ഓർ ഡ്യൂസംബറി ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്ത് പറയൂടെ? ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഡ്യൂസംബറി ഇഫക്റ്റ് എന്ന് പറയും. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ തിയറിയിൽ. നോക്കി, അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തിസിസ്, അക്കോർഡിംഗ് ടു റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, ദ കൺസംഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ കൺസംഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം ഓഫ് അതർ ഇൻഡിവിജ്വൽസ്, മറ്റൊരു വ്യക്തിയുടെ ഇംഗത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇൻ ദ സൊസൈറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽസ് ട്രൈ ടു ഇമിറ്റേറ്റ് ദ കൺസംഷൻ ലെവൽസ് ഓഫ് ദെയർ നെയ്ബേഴ്സ്. ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന വ്യക്തികൾ, സമൂഹത്തിലെ വ്യക്തികൾ എന്ത് ചെയ്യുന്നു? ട്രൈ ടു ഇമിറ്റേറ്റ് ദ കൺസംഷൻ ലെവൽസ് ഓഫ് ദെയർ നെയ്ബേഴ്സ്. അവരുടെ നെയ്ബേഴ്സിന്റെ കൺസംഷൻ ലെവലിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദിസ് ഈസ് കാൾഡ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ഓർ ഡ്യൂസംബറി ഇഫക്റ്റ്. ഇതിനെ പറയുന്ന പേരാണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഡ്യൂസംബറി ഇഫക്റ്റ് എന്ന് പറയും. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഡ്യൂസംബറി ഇഫക്റ്റ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, ഡ്യൂസംബറി ഇഫക്റ്റ് എന്നാണ് ഇതിനെ പറയുക. നെക്സ്റ്റ് നോക്ക്, he states that, Dusanbery states that, if the income of all individuals in a society increased by the same percentage, അതായത് he states that if the income of all individuals in a society increased by the same percentage, അതായത് ഒരു ഇക്കോണമിയിൽ എല്ലാവരുടെയും വരുമാനം ഒരേ അനുപാതത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ വരുമാനം 1000 രൂപയാണ്, അത് 2000 രൂപയാകുന്നു. അയൽവാസിയുടെ വരുമാനം 2000, അത് എത്രയാകുന്നു? 4000 ആകുന്നു. 50% വർധന ഉണ്ടാകുന്നു. അപ്പോൾ ഇനി നോക്കുക, അപ്പോൾ he states that the income of all individuals in a society increased by the same percent. ഒരേ പെർസെന്റിൽ എന്ത് ചെയ്യുന്നു? ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, നേരെ ഇരട്ടിയായിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. then his relative income would remain the same. അപ്പോൾ അവരുടെ റിലേറ്റീവ് ഇൻകം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ കമ്മ്യൂണിറ്റിയുള്ള റിലേറ്റീവ് ഇൻകവും സെയിം ആയിരിക്കും. through his absolute income would have increased. അങ്ങനെയാണെങ്കിൽ നോക്ക്, he states that if the income of all individuals in a society increased by the same percent, ഒരു സമൂഹത്തിലെ എല്ലാ വ്യക്തികളുടെയും ഇൻകം സെയിം പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ സെയിം പ്രപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യുകയാണ്, then his relative income would remain same. അങ്ങനെയാണെങ്കിൽ സെയിം പെർസെൻറ്റേജിൽ വർദ്ധിച്ചാൽ റിലേറ്റീവ് ഇൻകം എന്തായിരിക്കും? ആ സെയിം തന്നെ ആയിരിക്കും, ഒന്ന് തന്നെ ആയിരിക്കും. though his absolute income would have increased. എങ്ങനെയാണെങ്കിൽ പോലും അബ്സല്യൂട്ട് ഇൻകം വർദ്ധിക്കുകയാണെങ്കിൽ പോലും. നോക്ക്, എ എന്ന വ്യക്തിയുടെ വരുമാനം 1000 രൂപയാണ്, ബിയുടെ വരുമാനം 2000 രൂപയാണ്, സി എന്ന വ്യക്തിയുടെ വരുമാനം 3000 രൂപയാണ്. ഓക്കെ, അപ്പോൾ എയുടെ വരുമാനം എന്ത് ചെയ്തു? 2000 ആകുന്നു, നേരെ ഇരട്ടിയാകുന്നു, അല്ലേ? നേരെ ഇരട്ടിയാകുന്നു. ബിയുടെ വരുമാനം എത്രയാണ്? അതും നേരെ ഇരട്ടിയാകുന്നു, 4000 ആകുന്നു. സിയുടെ വരുമാനം 6000. നോക്കിയേ, ഇവിടുത്തെ റിലേറ്റീവ് ഇൻകം സെയിം ആണ്. റിലേറ്റീവ് ഇൻകം എന്താണ്? സെയിം ആണ്. എല്ലാവരുടെയും വരുമാനം എന്ത് ചെയ്തു? ഡബിളായി. അപ്പോൾ റിലേറ്റീവ് ഇൻകം നോക്കുമ്പോൾ റിലേറ്റീവ് ഇൻകം എന്താണ്? സെയിം ആണ്. പക്ഷേ അബ്സല്യൂട്ട് ഇൻകം നോക്കിയേ, 1000 2000 ആയി, അബ്സല്യൂട്ട് ഇൻകം ഇൻക്രീസ് ചെയ്തു. ബിയുടെ അബ്സല്യൂട്ട് ഇൻകം എന്ത് ചെയ്തു? 4000 ആയി. സിയുടെ അബ്സല്യൂട്ട് ഇൻകം എന്ത് ചെയ്തു?
വർദ്ധിച്ചു. പക്ഷേ റിലേറ്റീവ് ഇൻകം എന്ത് ചെയ്തില്ല, വർദ്ധിച്ചില്ല. കാരണം എല്ലാവരുടെയും സെയിം പ്രപ്പോർഷനിലാണ് വർദ്ധിച്ചത്. ഇവിടെ 1000 2000 ആയപ്പോൾ ഇയാളുടെ ബിയുടെ വരുമാനം 2000 4000 ആയി. റിലേറ്റീവ് ഇൻകത്തിൽ എന്ത് വർധനവില്ല. പക്ഷേ അബ്സല്യൂട്ട് ഇൻകം എന്ത് ചെയ്തു, വർദ്ധിച്ചു എന്നാണ് വർദ്ധിക്കുമെന്നാണ് ആര് പറയുന്നത്, ഡ്യൂസംബറി പറയുന്നത്. എങ്ങനെയാണെങ്കിൽ ഇൻകം സെയിം പ്രപ്പോർഷനിൽ വർദ്ധിച്ചാൽ, ഇൻകം സെയിം പ്രപ്പോർഷനിലാണ് വർദ്ധിക്കുന്നതെങ്കിൽ റിലേറ്റീവ് ഇൻകത്തിൽ വർധന ഉണ്ടായില്ല. പക്ഷേ എന്തിൽ വർധന ഉണ്ടാകും, അബ്സല്യൂട്ട് ഇൻകത്തിൽ വർധനവ് ഉണ്ടാകുമെന്ന് ആര് പറയുന്നു, ഡ്യൂസംബറി പറയുന്നു. ഇനി നോക്കിയേ അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഡ്യൂസംബറി, ബിക്കോസ് ഓഫ് ഹിസ് റിലേറ്റീവ് ഇൻകം ഹാസ് റിമെയിൻഡ് ദ സെയിം. അല്ലെ, ഇൻകം ഇവിടെ വർദ്ധിച്ചു, ഒരേ അനുപാതത്തിൽ ഇൻകം വർദ്ധിച്ചതുകൊണ്ട് റിലേറ്റീവ് ഇൻകം എന്തായതുകൊണ്ട്, സെയിം ആയതുകൊണ്ട്. അക്കോർഡിംഗ് ടു ഡ്യൂസംബറി, ബിക്കോസ് ഓഫ് ഹിസ് റിലേറ്റീവ് ഇൻകം ഹാസ് റിമെയിൻഡ് ദ സെയിം. റിലേറ്റീവ് ഇൻകം സെയിം ആയത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. റിലേറ്റീവ് ഇൻകം സെയിം ആയതുകൊണ്ട് the individual will spend the same proportion of his income. Individuals എന്ത് ചെയ്യുന്നു, വ്യക്തികൾ. the individual will spend the same proportion of his income. അതായത് നേരത്തെ സ്പെൻഡ് ചെയ്ത അതേ പ്രപ്പോർഷൻ തന്നെയായിരിക്കും അവർ വരുമാനം കൂടുമ്പോഴും സ്പെൻഡ് ചെയ്യുന്നത്. കാരണം എന്തിൽ മാറ്റം വന്നില്ല, റിലേറ്റീവ് ഇൻകത്തിൽ മാറ്റം വന്നില്ല. ഡ്യൂസംബറിയുടെ അഭിപ്രായത്തിൽ റിലേറ്റീവ് ഇൻകത്തിൽ മാറ്റം വന്നാൽ മാത്രമേ കൺസംഷൻ വർദ്ധിക്കുകയുള്ളൂ. ഇവിടെ എന്തില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ റിലേറ്റീവ് ഇൻകം മാറിയോ, ഇല്ല. റിലേറ്റീവ് ഇൻകം സെയിം ആണ്. കാരണം എന്താണ്, ഇൻകം ഒരേ പ്രപ്പോർഷനിലാണ് വർദ്ധിച്ചത്. 3 ഇൻഡിവിജ്വൽസിന്റെയും ഇൻകം എന്ത് ചെയ്തു, ഒരേ പ്രപ്പോർഷനിൽ വർദ്ധിച്ചു. അതുകൊണ്ട് എ ഇടുന്ന വ്യക്തിയുടെ 1000 ആയിരുന്നല്ലോ ഇൻകം, ആ 1000 ആയിരുന്ന സമയത്തുള്ള അതേ കൺസംഷൻ തന്നെയായിരിക്കും അദ്ദേഹം 2000 രൂപയായിരിക്കുമ്പോഴും കൺസ്യൂം ചെയ്യുന്നത്. അതേ അനുപാതത്തിൽ തന്നെയായിരിക്കും കൺസ്യൂം ചെയ്യുക. ബിയും അതുപോലെ. കാരണം എന്താണ്, അവിടെ അബ്സല്യൂട്ട് ഇൻകം അല്ല സ്വാധീനിക്കുന്നത്, റിലേറ്റീവ് ഇൻകമാണ്. കാരണം ഇവിടെ റിലേറ്റീവ് ഇൻകത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് പറയുന്നത്, അക്കോർഡിംഗ് ടു ഡ്യൂസംബറി, ബിക്കോസ് ഓഫ് ഹിസ് റിലേറ്റീവ് ഇൻകം ഹാസ് റിമെയിൻഡ് ദ സെയിം, the individual will spend the same proportion. Individuals എന്ത് ചെയ്യുന്നു, ഒരേ പ്രപ്പോർഷൻ തന്നെ എന്ത് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു on consumption as he was doing before. അല്ലേ, നേരത്തെ എന്താണോ സ്പെൻഡ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, ഇപ്പോഴും സ്പെൻഡ് ചെയ്യുന്നു. സോ ഹിസ് APC വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സോ ഹിസ് APC will remains the same. അതുകൊണ്ട് അയാളുടെ APC എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. കാരണം റിലേറ്റീവ് ഇൻകം ഇവിടെ കൂടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് APC എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അബ്സല്യൂട്ട് ഇൻകം കൂടിയാലും അബ്സല്യൂട്ട് ഇൻകം അല്ല ഇവിടെ ഡ്യൂസംബറി പരിഗണിക്കുന്ന റിലേറ്റീവ് ഇൻകമാണ്. റിലേറ്റീവ് ഇൻകം കൂടാത്തതിന്റെ കാരണം എന്താണ്ട്, ഒരേ പ്രപ്പോർഷനിലാണ് ഇൻകം കൂടിയത്. 3 വ്യക്തികളുടെയും വരുമാനം ഒരേ പ്രപ്പോർഷൻ കൂടി. അതുകൊണ്ട് റിലേറ്റീവ് ഇൻകം നോക്കിയാൽ റിലേറ്റീവ് ഇൻകം സെയിം ആണ്. റിലേറ്റീവ് ഇൻകം കൂടിയിട്ടില്ല, അതുകൊണ്ട് എല്ലാ വ്യക്തികളുടെയും APC എന്തായിരിക്കും, സെയിം ആയിരിക്കും. അല്ലെങ്കിൽ എ എന്ന വ്യക്തിയുടെ APC ഇൻകം പഴയ ഇൻകം ആയിരുന്നപ്പോഴും പുതിയ ഇൻകം ആയിരുന്നപ്പോഴും APC എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ, APC സെയിം തന്നെ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നോക്കി, എ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വരുമാനം 1000 രൂപ. ഓക്കെ, 1000 രൂപയിൽ അയാൾ എന്ത് ചെയ്തു, അയാളുടെ കൺസംഷൻ എന്ന് പറയുന്നത് 800, കൺസംഷൻ 800. അപ്പോൾ അവിടുത്തെ APC എന്ന് പറയുന്നത് എന്തായിരിക്കും, APC is equal to C by Y. അറിയാലോ, APCയുടെ ഇക്വേഷൻ എന്താണ്, C by Y ആണ്. അപ്പോൾ 800/1000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.8. APC 0.8 കിട്ടി. ഇവിടെ എന്താണ്, ഇൻകം അതേപോലെ എന്ത് ചെയ്തു, വർദ്ധിച്ചു, നേരെ ഇരട്ടിയായി, 2000 ആയി. ഇൻകം 2000 ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ 2000 ആയിട്ട് വർദ്ധിച്ചപ്പോൾ നേരത്തെ കൺസംഷൻ 800 ആയിരുന്നല്ലോ, നേരെ ഇരട്ടിയായി, കൺസംഷനും നേരെ ഇരട്ടിയായി. അപ്പോൾ എത്രയായി, 1600 ആയി. കൺസംഷൻ 1600. അപ്പോൾ എന്ത് വരും, APC is equal to 1600/2000. അപ്പോഴും എന്ത് തന്നെ വരും, 0.8. APC എന്ത് തന്നെ വരും, 0.8. ഇവിടെ നോക്കിയേ, APC രണ്ടിടത്തും ഇൻകം പഴയ ഇൻകത്തിലും പുതിയ ഇൻകത്തിലും APC എന്താണ്, 0.8 തന്നെയാണ്. എന്ന് വെച്ചാൽ APC റിമെയിൻസ് കോൺസ്റ്റന്റ്. കാരണം എന്താണ്, ഇൻകം കൂടിയതായിട്ട് ചോദിച്ചാൽ അബ്സല്യൂട്ട് ഇൻകം കൂടി. പക്ഷേ കെയ്ൻസ് പറഞ്ഞ എന്താണ്, അബ്സല്യൂട്ട് ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നോക്ക്, കൺസംഷൻ കൂടിയോ, APC രണ്ടിടത്തും കോൺസ്റ്റന്റ്. കൂടാത്തതിന് കാരണം എന്താണ്, റിലേറ്റീവ് ഇൻകം റിമെയിൻസ് കോൺസ്റ്റന്റ്. റിലേറ്റീവ് ഇൻകം കോൺസ്റ്റന്റ്. കാരണം ഈ ഇൻകം നോക്കിയിട്ടല്ല അവർ, ഈ കൂടിയ ഇൻകം നോക്കിയിട്ടല്ല അവർ കൺസ്യൂം ചെയ്തത്, അവരുടെ റിലേറ്റീവ് ഇൻകം നോക്കുന്നു. റിലേറ്റീവ് ഇൻകം നോക്കുമ്പോൾ റിലേറ്റീവ് ഇൻകം സെയിം ആണ്. അതുകൊണ്ട് APCയും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. APCയും കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ അല്ലേ? നോക്ക്, ഇൻ റിച്ച് പേഴ്സൺസ്, നമ്മുടെ അയൽവാസിയായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന റിച്ച് പേഴ്സൺസ്, APC വിൽ ബി ലോവർ. റിച്ച് പേഴ്സൺസിനെ സംബന്ധിച്ച് APC എന്തായിരിക്കും, ലോവർ ആയിരിക്കും. ഡ്യൂസംബറി പറയുന്നു. കാരണം എന്താണ്, അവർ ഒരു ലെവലിൽ എത്തുമ്പോൾ അവിടെ കൺസംഷൻ എല്ലാം നിറവേറപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് APC ലോവർ ആയിരിക്കും, LPC കുറഞ്ഞു വരും. ബട്ട് ഇൻ റിലേറ്റീവ്ലി പുവർ മാൻ, എന്നാൽ താരതമ്യേന ദരിദ്രനായിട്ടുള്ള വ്യക്തി, അതായത് റിച്ച് പേഴ്സൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി പുവർ മാൻ,
അല്ലേ, നമ്മളെ മിഡിൽ ഇൻകം ക്ലാസ് എന്നൊക്കെ പറയത്തില്ല, അവരെ സംബന്ധിച്ച് APC വിൽ ബി ഹയർ. APC എന്തായിരിക്കും? ഹയർ ആയിരിക്കും. അപ്പോൾ നോക്ക്, റിച്ച് പേഴ്സൺസിൻ്റെ APC ലോവർ ആയിരിക്കും. കാരണം അവർ വരുമാനം കൂടി പോകുമ്പോൾ അവരെന്ത് ചെയ്യും? APC കുറയ്ക്കും. അതേസമയത്ത് റിലേറ്റീവ്ലി പുവർ മാൻ, താരതമ്യേന പുവർ ആയിട്ടുള്ള ആൾ എന്ന് വെച്ചാൽ എന്താ, വലിയ ദരിദ്രനല്ല ഉദ്ദേശിക്കുന്നത്, റിച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുവർ മാൻ, നമ്മളെ നാട്ടിലും നമ്മൾ മിഡിൽ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയത്തില്ലേ, അവരെ പോലെയുള്ളവർ. അപ്പോൾ അവരുടെ APC എന്തായിരിക്കും? ഹയർ ആയിരിക്കും. കാരണം എന്താണ്? അവർ റിച്ച് പേഴ്സൺസിനെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവരുടെ APC എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഇൻ ദ ലോങ് റൺ, അങ്ങനെ വരുമ്പോൾ ലോങ് റണ്ണിൽ APC ആസ് എ ഹോൾ, മൊത്തം APC, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, നമ്മുടെ സമൂഹത്തിലെ മൊത്തം APC എടുത്താൽ, ഇക്കോണമിയുടെ മൊത്തം APC എടുത്താൽ വുഡ് ബി കോൺസ്റ്റന്റ്. APC എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഈ റിച്ച് പേഴ്സൺസും പുവർ പേഴ്സൺസും കൂടെ ചേരുന്നതാണ് നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത്. അവരുടെ മൊത്തം കൺസംഷൻ കൂടി ചേരുന്നതാണ് ടോട്ടൽ കൺസംഷൻ, ആഗ്രിഗേറ്റ് കൺസംഷൻ. അപ്പോൾ റിച്ചിൻ്റെ APC കുറഞ്ഞാലും ആരുടെ APC കൂടുന്നത് കൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആരുടെ APC കൂടുന്നുണ്ട്? ആ പുവർ പീപ്പിളിൻ്റെ APC കൂടുന്നുണ്ട്. കാരണം എന്താണ്? അവരുടെ APC കൂടാൻ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇമിറ്റേറ്റ്, അതാണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റിൽ പറഞ്ഞത്. അങ്ങനെ ആ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് APC എന്തായിരിക്കും? റിലേറ്റീവ്ലി പുവർ മാനിൻ്റെ APC കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇക്കോണമിയുടെ മൊത്തം APC എടുക്കുമ്പോൾ APC കുറയുകയല്ല, അല്ലെങ്കിൽ APC കൂടുകയല്ല, APC എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഒരു വശത്ത് APC കുറഞ്ഞു, അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പുവർ പീപ്പിളിൻ്റെ APC കൂടി. അതുകൊണ്ട് ഇക്കോണമി മൊത്തത്തിൽ വരുമ്പോൾ APC എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? ഡ്യൂസംബറി പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നോക്ക്, ഇനി ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിന് അല്ലെങ്കിൽ ഡ്യൂസംബറി ഇഫക്റ്റിന് മറ്റൊരു പാർട്ട് കൂടിയുണ്ട് ഈ തിയറിക്ക്. ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഡ്യൂസംബറി തിയറി ഈസ്, രണ്ട് പാർട്ടായിട്ട് പറയുന്നു. ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഇതാണ് പറഞ്ഞത്. ഡ്യൂസംബറി കൺസംഷൻ റിലേഷൻസ് ആർ ഇറിവേഴ്സബിൾ. ഈ പോയിന്റ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്. കൺസംഷൻ റിലേഷൻസ് എന്താണ്? ഇറിവേഴ്സബിൾ ആണ്. ഇതാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ സെക്കൻഡ് പാർട്ട് എന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അദ്ദേഹത്തിന്റെ തിയറിയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? കൺസംഷൻ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കൺസംഷൻ റിലേഷൻസ് ആർ ഇറിവേഴ്സബിൾ. കൺസംഷൻ റിലേഷൻസ് എന്തായിരിക്കും? ഇറിവേഴ്സബിൾ ആയിരിക്കും. കാരണം ഒരു ലെവലിൽ കൺസംഷൻ സെറ്റ് ചെയ്താൽ അത് പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, കുറയ്ക്കാൻ നമ്മൾ തയ്യാറാകില്ല. അതാണ് ഇറിവേഴ്സബിൾ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് വെൻ ഇൻകം ഡിക്രീസസ്, അതായത് വെൻ ഇൻകം ഡിക്രീസസ്, ഇൻകം കുറയുമ്പോൾ കൺസംഷൻ ഡസ് നോട്ട് ഫാൾ, അല്ലേ? കൺസംഷൻ കുറയുന്നില്ല. ഇൻ ദ സെയിം പ്രപ്പോർഷൻ, ഇൻകം കുറയുന്ന പ്രപ്പോർഷനിൽ എന്ത് ചെയ്യുന്നില്ല? കൺസംഷൻ കുറയുന്നില്ല. ബിക്കോസ് ഓഫ് ദ റാറ്റ്ചെറ്റ് ഇഫക്റ്റ്. അതിന് കാരണം എന്താണ്? റാറ്റ്ചെറ്റ് ഇഫക്റ്റ്. ഇതാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്. അപ്പൊ എന്താണ്? ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഡ്യൂസംബറി തിയറി ഈസ് ദാറ്റ് ദ കൺസംഷൻ റിലേഷൻസ് ആർ ഇറിവേഴ്സബിൾ. കൺസംഷൻ റിലേഷൻസ് ഇറിവേഴ്സബിൾ ആണ്. ആ ഇറിവേഴ്സിബിൾ ആവാൻ കാരണം എന്താണ്? വെൻ ഇൻകം ഡിക്രീസസ് കൺസംഷൻ ഡസ് നോട്ട് ഫാൾ. ഇൻകം കുറയുമ്പോൾ കൺസംഷൻ ഡസ് നോട്ട് ഫാൾ ഇൻ ദ സെയിം പ്രപ്പോർഷൻ. അതേ പ്രപ്പോർഷനിൽ കൺസംഷൻ എന്ത് ചെയ്യില്ല? കുറയുകയില്ല. ബിക്കോസ് ഓഫ് ദ റാറ്റ്ചെറ്റ് ഇഫക്റ്റ്. കാരണം എന്താണ്ടേ? റാറ്റ്ചെറ്റ് ഇഫക്റ്റ് നിലനിൽക്കുന്നുണ്ട്. എന്താണ് റാറ്റ്ചെറ്റ് ഇഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ കാണും. അതായത് നോക്ക്, once people reach a particular peak of income level and become adjusted to the standard of living, they are not prepared to reduce the consumption pattern during the recession. This is termed as ratchet effect. അപ്പോൾ നോക്കാം, once people reach a particular peak income, ഒരിക്കൽ നമ്മൾ എന്താണ് ഒരു പർട്ടിക്കുലർ പീക്ക് ഇൻകം ലെവലിൽ എത്തി. നമ്മുടെ ഇൻകം എന്താണ്? ഒരു ഹൈ ഇൻകത്തിൽ എത്തി. ആൻഡ് ബിക്കം അഡ്ജസ്റ്റ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ആ ഇൻകം ലെവലിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ എത്തി. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി ആയിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടി, നിങ്ങൾക്ക് വരുമാനമൊക്കെ ഉണ്ടായി, അല്ലേ? ആ വരുമാനം കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. നിങ്ങളുടെ കൺസംഷൻ പാറ്റേണിൽ വ്യത്യാസം വരില്ലേ? നിങ്ങൾക്കിപ്പോൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, അല്ലേ, ഇപ്പോൾ വാങ്ങാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളന്ന് കൺസ്യൂം ചെയ്യും. കാരണം നിങ്ങളുടെ വരുമാനം കൂടി. അപ്പോൾ നിങ്ങളൊരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ ആ ഇൻകത്തിനനുസരിച്ചൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കും. ക്ലിയർ അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്താണ്? അങ്ങനെ ബിക്കം അഡ്ജസ്റ്റഡ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അങ്ങനെ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ദേ ആർ നോട്ട് പ്രിപ്പയർഡ് ടു റെഡ്യൂസ്. അങ്ങനെയുള്ള നിങ്ങൾ നോട്ട് പ്രിപ്പയർഡ് ടു റെഡ്യൂസ് ദ കൺസംഷൻ പാറ്റേൺ. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങൾ കൺസംഷൻ പാറ്റേൺ കുറയ്ക്കാൻ തയ്യാറാകില്ല. എപ്പോഴാണ്? ഡ്യൂറിങ് എ റിസഷൻ. എന്തുണ്ടാകുമ്പോൾ? റിസഷൻ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ വരുമാനം കുറയുമ്പോൾ. അതായത് നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടായി, നിങ്ങൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നല്ലൊരു ഹൈ കൺസംഷൻ പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അപ്പോഴാണ് എന്താണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു റിസഷൻ ഉണ്ടായി, ഒരു മാന്ദ്യം, സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി അല്ലേ? നമ്മൾ കോവിഡൊക്കെ വന്നതുപോലെ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. അപ്പോൾ എന്ത്, നിങ്ങൾ ഒരിക്കലും ആ സെറ്റ് ചെയ്ത് വെച്ച്, ഇപ്പോൾ വരുമാനം കുറഞ്ഞല്ലോ, നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൺസംഷൻ പാറ്റേൺ കുറയ്ക്കാൻ നിങ്ങൾ തയ്യാറാകില്ല. മനസ്സിലായില്ലേ? അത് നമ്മുടെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ദിസ് ഈസ് ടേംഡ് ആസ് റാറ്റ്ചെറ്റ് ഇഫക്റ്റ്. ഇങ്ങനെ കുറയ്ക്കാൻ തയ്യാറാകാത്തതിന് നമ്മൾ പറയുന്ന പേരാണ് റാറ്റ്ചെറ്റ് ഇഫക്റ്റ്. ഇതിനെയാണ് റാറ്റ്ചെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ഡ്യൂസംബറി ഇഫക്റ്റ്, അല്ലെങ്കിൽ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ കൺസംഷൻ ഇക്വേഷൻ ആണ് പറയുന്നത്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസിൽ നമ്മൾ കെയ്നീഷ്യൻ കൺസംഷൻ ഇക്വേഷൻ പറഞ്ഞതുപോലെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസിൽ കൺസംഷൻ ഇക്വേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഇതാ ഇക്വേഷൻ നോക്ക്. ഇവിടുത്തെ ഇക്വേഷൻ ഇതാണ്: C is equal to A plus B y divided by YR. അപ്പോൾ നേരത്തെ എന്താണ്? C is equal to A plus B y ഉള്ളായിരുന്നു. ഏതിടെയാണ്? അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസിൽ. ഇവിടെ എന്താണ്? Y divided by YR. കാരണം എന്താണ്? ഇവിടെ കൺസംഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? റിലേറ്റീവ് ഇൻകത്തെ. അതാണ് Y divided by YR. Y by YR എന്ന് എഴുതിയിരിക്കുന്ന റിലേറ്റീവ് ഇൻകം ആണ് കേട്ടോ, റിലേറ്റീവ് ഇൻകം. കാരണം നമ്മുടെ ഇൻകത്തെ മാത്രമല്ല കൺസംഷൻ സ്വാധീനിക്കുന്നത്, നമ്മുടെ നെയ്ബറിന്റെ ഇൻകത്തെയും കൂടി ചേർത്താണ് കൺസംഷൻ സ്വാധീനിക്കുന്നത്. അപ്പോൾ Y by YR എടുത്താൽ, Y എന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം, ഒരു വ്യക്തിയുടെ സ്വന്തം ഇൻകം അല്ലേ, അയാളുടെ സ്വന്തം ഇൻകം, അബ്സല്യൂട്ട് ഇൻകം. YR എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കമ്പാരിസൺ നടത്തുന്ന, കമ്പയർ ചെയ്യുന്ന നെയ്ബറുടെ ഇൻകം, അതാണ് YR. അപ്പോൾ Y by YR എടുത്താൽ എന്ത് കിട്ടും? റിലേറ്റീവ് ഇൻകം കിട്ടും. ആ റിലേറ്റീവ് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് എന്ത് നിൽക്കുന്നത്? കൺസംഷൻ നിൽക്കുന്നത്. അപ്പോൾ C is equal to A plus B y YR. ഓക്കെ, സി കൺസംഷൻ. സി എന്താണ്? ടോട്ടൽ കൺസംഷൻ. എ ഓട്ടോണമസ് കൺസംഷൻ. എ എന്താണ്? സ്മോൾ ലെറ്റർ എ ആണ്. എ എന്താണ്ട്? ഓട്ടോണമസ് കൺസംഷൻ. എ ഓട്ടോണമസ് കൺസംഷൻ. ബി, ബിയും സ്മോൾ ലെറ്റർ ആണ്. ബി എന്താണ്? MPC. ബി MPC ആണ്. വൈ കറണ്ട് ഇൻകം. വൈ എന്താണ്? നമ്മുടെ കറണ്ട് ഇൻകം, ഇപ്പം നിലവിലുള്ള ഇൻകം ആണ് അല്ലേ? YR, അവിടെ Y by YR എന്നല്ലേ കൊടുത്തത്? YR എന്താണ്? ഇൻകം ലെവൽ ഓഫ് ദ റെഫറൻസ് ഗ്രൂപ്പ്. ഇൻകം ലെവൽ ഓഫ് ദ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പാരിസൺ നടത്തുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഹൈ ഇൻകം ഗ്രൂപ്പ്, അവരുടെ ഇൻകമാണ് YR എന്ന് പറയുന്നത്. നോക്ക്, ഇൻ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് MPC ഈസ് ആൻ എൻഡോജിനസ് വേരിയബിൾ. ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസിൽ MPC എന്ന് പറയുന്നത് എന്താണ്? MPC എന്ന് പറയുന്നത് ഈസ് ആൻ എൻഡോജിനസ് വേരിയബിൾ ആണ്. എൻഡോജിനസ് വേരിയബിൾ എന്താണ്ട്? എൻഡോജിനസ് വേരിയബിൾ എന്ന് വെച്ചാൽ, എൻഡോജിനസ് വേരിയബിൾ എന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ MPC, നമ്മൾ ആ ഇക്വേഷൻ MPC ഉണ്ടല്ലോ, ആ MPC ആ മോഡലിലുള്ള ഫാക്ടർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്വാധീനിക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് എൻഡോജിനസ് വേരിയബിൾ. എൻഡോജിനസ് വേരിയബിൾ എന്ന് വെച്ചാൽ ഒരു വേരിയബിളിനെ അതിലുള്ള മറ്റു വേരിയബിൾസ് തന്നെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസിനെ പറയുന്ന പേരാണ് എൻഡോജിനസ് വേരിയബിൾ എന്ന് പറയും. അതായത് ദ വേരിയബിൾ ദാറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ ഫാക്ടേഴ്സ് വിത്തിൻ ദ മോഡൽ. ആ മോഡലുള്ള ഫാക്ടേഴ്സ് തന്നെ അതിനെ അഫക്റ്റ് ചെയ്യുന്നു. കാരണം ഇവിടെ എന്താണ്? റിലേറ്റീവ് ഇൻകം ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ആ റിലേറ്റീവ് ഇൻകം തന്നെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് MPC എന്ന് പറയുന്നത് എന്താണ്? എൻഡോജിനസ് വേരിയബിൾ ആണ്. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് സെറ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസിൽ MPC എന്താണ്ടേ? ഒരു എൻഡോജിനസ് വേരിയബിൾ ആണ്. എൻഡോജിനസ് വേരിയബിൾ ആണ്. എക്സോജിനസ് നേരെ മറിച്ച് എക്സോജിനസ് വേരിയബിൾ ഉണ്ട്. എക്സോജിനസ് വേരിയബിൾ എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന വേരിയബിൾ, നമ്മൾ ഏതാണോ ചോദിക്കുന്ന വേരിയബിൾ, അതിനെ അഫക്റ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ആ മോഡൽ പറയാത്ത പുറത്തുള്ള ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിനെയാണ് എക്സോജിനസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? MPC ഒരു എൻഡോജിനസ് വേരിയബിൾ ആണ്. എൻഡോജിനസ് വേരിയബിൾ ആണ്. വിത്തിൻ ദ മോഡൽ, ആ മോഡലിലുള്ള ഫാക്ടർ തന്നെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇറ്റ് ഈസ് എ നോൺ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ. ഇതെന്താണ്? ഒരു നോൺ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ ആണ് അല്ലേ? നേർരേഖയിലുള്ള കൺസംഷൻ ഫംഗ്ഷൻ അല്ല. ഇതൊരു നോൺ ലീനിയർ കർവി ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. കർവി ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? അത് മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. അത് കെയ്ൻസ് പറഞ്ഞത് ലീനിയർ ആകാം അല്ലെങ്കിൽ നോൺ ലീനിയർ ആകാം. ഇവിടെ എന്താണ് പറഞ്ഞത്? റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസിലെ കൺസംഷൻ ഫംഗ്ഷൻ എന്താണ്ട്? നോൺ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. നോൺ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ ആണല്ലോ? ഇത്രയുമാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ഡിസ്കസ് ചെയ്തു, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. അല്ലാതെ ഒരെണ്ണം പഠിച്ചു വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഇരുന്ന് മറ്റത് പഠിക്കരുത്. ഇതിൻ്റെ കമ്പയർ ചെയ്ത് ഏതൊക്കെ പോയിന്റ്സിലാണ് വ്യത്യാസമുള്ളത്, ആ വ്യത്യാസമുള്ള പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് ആ കീ പോയിന്റ്സ് എടുത്തിട്ട് വേണം പഠിക്കാനായിട്ട് ഉള്ളത്. അല്ലാതെ നമ്മൾ വാരി വലിച്ച് എന്തെങ്കിലും പഠിച്ചിട്ട് യാതൊരു ഫലവുമില്ല.
അപ്പോൾ ആ വ്യത്യാസം എവിടെയാണോ ഓരോ തിയറിയിലും വ്യത്യാസമുള്ളത്, കാരണം എല്ലാം ഒരുപോലെയാണെന്ന് തോന്നുന്നു അല്ലേ, എല്ലായിടത്തും MBC ഉണ്ട്, ഓട്ടോണമസ് കൺസംഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, നമുക്ക് വട്ടെടുക്കും. പക്ഷേ എവിടെയാണ് അതിൻ്റെ കീ പോയിന്റ്സ്, എവിടെയാണ് അതിൻ്റെ വ്യത്യാസം പ്രകടമാകുന്നത്, ആ വ്യത്യാസത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ആ വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് മൂന്നാമത്തെ കൺസംഷൻ തിയറിയാണ് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിസ്. എന്താണ്ടേ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിസ്. നോക്ക്, ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്? ഡെവലപ്ഡ് ബൈ മിൽട്ടൺ ഫ്രീഡ്മാൻ. മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. അപ്പോൾ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തീസിസ് വാസ് ഗിവൺ ബൈ JM കെയ്ൻസ്. സെക്കൻഡ് വൺ പറഞ്ഞു റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തീസിസ് വാസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ഡ്യൂസംബറി. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിസ് വാസ് ഡെവലപ്ഡ് ബൈ മിൽട്ടൺ ഫ്രീഡ്മാൻ. ആരാണ് ഡെവലപ്പ് ചെയ്തത്? മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇനി എന്താണ്? മിൽട്ടൺ ഫ്രീഡ്മാൻ സ്റ്റേറ്റ്സ് ദാറ്റ് the consumption expenditure of an individual is dependent on his permanent income, not absolute income, like JM Keynes. കെയ്ൻസ് പറഞ്ഞതുപോലെ എന്തിനെയല്ല, അബ്സല്യൂട്ട് ഇൻകത്തെ. ഇതും JM കെയ്ൻസിന്റെ തിയറി എന്ത് ചെയ്യുന്നു? കൗണ്ടർ ചെയ്യുകയാണ് ഇവിടെയും ചെയ്യുന്നത്. നോക്ക്, മിൽട്ടൺ ഫ്രീഡ്മാൻ സ്റ്റേറ്റ്സ് ദാറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ കൺസംഷനെ അല്ലെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ, ആ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് ഡിപ്പെൻഡ് ഓൺ, എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? ഓൺ ഹിസ് പെർമനന്റ് ഇൻകം. ആ വ്യക്തിയുടെ എന്തിനെ? പെർമനന്റ് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അല്ലാതെ എന്തല്ല? നോട്ട് ഹിസ് അബ്സല്യൂട്ട് ഇൻകം. അയാളുടെ അബ്സല്യൂട്ട് ഇൻകത്തെ അല്ല, കറണ്ട് ഇൻകത്തെ അല്ല, അതേ ആ വ്യക്തിയുടെ പെർമനന്റ് ഇൻകത്തെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ആര് പറയുന്നു? മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഈ തിയറിക്ക് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞിരിക്കുന്ന പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിസ്. ക്ലിയർ ആണല്ലോ. ഇനി ഹി റിജക്ട്സ്, ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? നിരാകരിക്കുന്നു, തള്ളിക്കളയുന്നു ദ യൂസ് ഓഫ് കറണ്ട് ഇൻകം ആസ് ദ ഡിറ്റർമിനന്റ് ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ഹി റിജക്ട്സ് ദ യൂസ് ഓഫ് കറണ്ട് ഇൻകം. കെയ്ൻസ് പറഞ്ഞു കറണ്ട് ഇൻകം ആണ് കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നു, അദ്ദേഹം എന്തിനെ തള്ളിക്കളയുന്നു? കറണ്ട് ഇൻകം ആണ് കൺസംഷൻ എക്സ്പെൻഡിച്ചറിന്റെ ഡിറ്റർമിനന്റ് എന്ന് കെയ്ൻസ് പറഞ്ഞതിനെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നു, അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഇനി Friedman divides both consumption and income into permanent and transitory components. Keynes എന്ത് ചെയ്യുന്നു? Friedman divides both consumption and income. കൺസംഷനെയും ഇൻകത്തെയും അദ്ദേഹം രണ്ട് കമ്പോണന്റുകളായിട്ട് തിരിക്കുന്നു. എന്തൊക്കെയാണ്? പെർമനന്റ് ആൻഡ് ട്രാൻസിറ്ററി കമ്പോണൻസ്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഫ്രീഡ്മാൻ ഡിവൈഡ്സ് ബോത്ത് കൺസംഷൻ ആൻഡ് ഇൻകം ഇൻടു പെർമനന്റ് ആൻഡ് ട്രാൻസിറ്ററി കമ്പോണൻസ്. പെർമനന്റ് കമ്പോണന്റ് എന്നും ട്രാൻസിറ്ററി കമ്പോണന്റ് എന്നും അദ്ദേഹം കൺസംഷനെയും ഇൻകത്തെയും ഫ്രീഡ്മാൻ എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? നോക്കി, y is equal to yp plus yt. അപ്പോൾ ഇൻകത്തെ അവർ എന്ത് ചെയ്തു? രണ്ടായിട്ട് തിരിച്ചു. നമ്മൾ പറഞ്ഞു പെർമനന്റ് ട്രാൻസിറ്ററി. ഇൻകം, ടോട്ടൽ ഇൻകം, y എന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകം, അതിന് നമുക്ക് രണ്ടായി തിരിക്കാം, yp plus yt. yp എന്തായിരിക്കും? പെർമനന്റ് ഇൻകം. YP എന്താണ്ടേ? പെർമനന്റ് ഇൻകം. YT എന്തായിരിക്കും? ട്രാൻസിറ്ററി ഇൻകം. ട്രാൻസിറ്ററി ഇൻകം. അപ്പോൾ ഇൻകം രണ്ട് കമ്പോണന്റ് ആയി. അടുത്ത കൺസംഷൻ, പെർമനന്റ് കൺസംഷൻ. CP എന്താണ്? പെർമനന്റ് കൺസംഷൻ. CT എന്താണ്? ട്രാൻസിറ്ററി കൺസംഷൻ. അപ്പോൾ മിൽട്ടൺ ഫ്രീഡ്മാൻ എന്ത് ചെയ്തു? ഡിവൈഡ്സ് ബോത്ത് കൺസംഷൻ ആൻഡ് ഇൻകം ഇൻടു പെർമനന്റ് ആൻഡ് ട്രാൻസിറ്ററി കമ്പോണൻസ് അല്ലേ. അപ്പോൾ ഇൻകമത്തെ നമ്മൾ ആദ്യം ഇൻകത്തെ ഡിവൈഡ് ചെയ്യുകയാണ്. ഇൻകം ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ y ഇസ് ഈക്വൽ ടു YP പ്ലസ് YT. YP എന്താണ്? പെർമനന്റ് ഇൻകം, YT ട്രാൻസിറ്ററി. അതായത് ഒരു വ്യക്തിയുടെ ഇൻകം എന്ന് പറയുന്നത് പെർമനന്റ് ഇൻകവും ട്രാൻസിറ്ററി ഇൻകവും കൂടി ചേർന്നതാണ്. എന്താണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും? ടോട്ടൽ കൺസംഷൻ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കൺസംഷൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൺസംഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? പെർമനന്റ് കൺസംഷനും ട്രാൻസിറ്ററി കൺസംഷനും കൂടി ചേരുന്നതാണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് YP? നമ്മൾ പറഞ്ഞു പെർമനന്റ് ഇൻകം അല്ലെങ്കിൽ പ്ലാൻഡ് ഇൻകം. പെർമനന്റ് ഇൻകം അല്ലെങ്കിൽ പ്ലാൻഡ് ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പിന്നെ ഉറപ്പുള്ള ഇൻകം, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻകം. ഇപ്പോൾ നമുക്ക് ജോലിയുണ്ട്, അടുത്ത മാസം ഇത്ര രൂപ കൃത്യമായിട്ട് കിട്ടുമെന്ന് നമുക്കറിയാം, അടുത്ത മാസം സാലറി ഇത്ര രൂപ ക്രെഡിറ്റ് ആകും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതാണ് പ്ലാൻഡ് ഇൻകം അല്ലെങ്കിൽ പെർമനന്റ് ഇൻകം, YP എന്ന് പറയുന്നത്. YT എന്താണ്? ട്രാൻസിറ്ററി ഇൻകം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഇൻകം ആണ് ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസിറ്ററി ഇൻകം എന്താണ്ടേ? അൺഎക്സ്പെക്റ്റഡ് ഇൻകം, അപ്രതീക്ഷിതമായിട്ടൊരു വ്യക്തിക്ക് കിട്ടുന്ന ഇൻകം. നമ്മൾ വിൻ ഫാൾ ഗെയിൻസ് എന്നൊക്കെ പറയുന്നതിനെ. ഇപ്പോൾ ലോട്ടറി അടിക്കുന്ന ഇൻകം അല്ലേ, അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം, അതാണ് ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ഇൻകവും പെർമനന്റ് ഇൻകവും കൂടി ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം, Y എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതുപോലെ കൺസംഷൻ നോക്ക്.
CP പെർമനന്റ് കൺസംഷൻ ഓർ പ്ലാൻഡ് കൺസംഷൻ. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കൺസംഷനെയാണ് എന്തെന്ന് പറയുന്നതെങ്കിൽ പെർമനന്റ് ആയിട്ടൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന കൺസംഷനാണ് CP എന്ന് പറയുന്നത്, പെർമനന്റ് കൺസംഷൻ. CT എന്താണ്? ട്രാൻസിറ്ററി കൺസംഷൻ. ട്രാൻസിറ്ററി കൺസംഷൻ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് കൺസംഷൻ ആണ്, അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കൺസംഷൻ. അപ്രതീക്ഷിതമായിട്ടൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന കൺസംഷനാണ് ഏത്? CT എന്ന് പറയുന്നത്, ട്രാൻസിറ്ററി കൺസംഷൻ. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു ഹോസ്പിറ്റൽ കേസ് വരുന്നു, അത് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഉള്ളവർക്ക് എന്താണ്, വാഹനം ചെറുതായിട്ടൊന്ന് തട്ടുന്നു, അപ്പോൾ കുറച്ച് എക്സ്പെൻസ് ആവുന്നു. കാറൊക്കെ എന്താണെന്ന് ചെറുതായിട്ടൊന്ന് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് ചെറുതായിട്ടൊന്ന് മുട്ടി. അപ്പോൾ അവിടെ എന്താണ്, നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആണ് ഇവയെന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ കേസ് വരുന്നു, അതാണ് ട്രാൻസിറ്ററി കൺസംഷൻ. അപ്പോൾ ആ പെർമനന്റ് കൺസംഷനും ട്രാൻസിറ്ററി കൺസംഷനും കൂടി ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ ടോട്ടൽ കൺസംഷൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഈ തിയറിക്ക് ചില അസംഷൻസ് ഉണ്ട്, ചില സങ്കല്പങ്ങളുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ്? There is no correlation between transitory income and permanent income. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. There is no correlation between transitory income and permanent income. അതായത് ട്രാൻസിറ്ററി ഇൻകവും പെർമനന്റ് ഇൻകവും തമ്മിൽ യാതൊരു കോറിലേഷനും ഇല്ല, യാതൊരു ബന്ധവും ഇല്ല. മനസ്സിലായില്ലേ? ട്രാൻസിറ്ററി ഇൻകം കൂടുന്നത് കൊണ്ട് പെർമനന്റ് ഇൻകം കൂടണമെന്നില്ല, കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ട്രാൻസിറ്ററി ഇൻകം എന്താണ്? അപ്രതീക്ഷിതമായിട്ടൊരു വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനമാണ്. അത് നമ്മുടെ പെർമനന്റ് ഇൻകത്തിൽ ചേർക്കാൻ നമുക്ക് പറ്റില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അപ്രതീക്ഷിതമായ ഇൻകം എപ്പോഴും നമുക്ക് കിട്ടൂ ഇല്ല. പക്ഷെ പെർമനന്റ് ഇൻകം എന്താണ്? എപ്പോഴും നമുക്ക് പെർമനന്റ്ലി കോൺസ്റ്റന്റ്ലി നമുക്ക് കിട്ടുന്ന ഇൻകമാണ്. അതുകൊണ്ട് അവർ പറയുന്നു, മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നു, there is no correlation between transitory income and permanent income. പെർമനന്റ് ഇൻകവും ട്രാൻസിറ്ററി ഇൻകവും തമ്മിൽ എന്തില്ല? യാതൊരു ബന്ധവുമില്ല എന്ന് ആര് അസ്യൂം ചെയ്യുന്നു? മിൽട്ടൺ ഫ്രീഡ്മാൻ അസ്യൂം ചെയ്യുന്നു. സെക്കൻഡ് വൺ നോക്ക്. There is no correlation between permanent and transitory consumption. അതുപോലെ എന്താണ്? പെർമനന്റ് കൺസംഷനും ട്രാൻസിറ്ററി കൺസംഷനും തമ്മിലും യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. പെർമനന്റ് കൺസംഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? ഡെയിലി ഉണ്ടാകുന്ന കൺസംഷൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വാങ്ങിയേ തീരൂ അല്ലെങ്കിൽ ഉപയോഗിച്ചേ തീരൂ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതാണ് പെർമനന്റ് കൺസംഷൻ. എന്നാൽ ട്രാൻസിറ്ററി കൺസംഷൻ അങ്ങനെയല്ല, അപ്രതീക്ഷിതമായിട്ട് ആക്സിഡന്റൽ ആയിട്ടുണ്ടാകുന്ന കൺസംഷനാണ് അല്ലേ? അതും തമ്മിലും യാതൊരു കോറിലേഷനും ഇല്ല. അത് അങ്ങനെ ഉണ്ടാകുന്ന കൺസംഷൻ എന്താണ്? വരുന്നു, അത് നമ്മൾ ചിലവാക്കുന്നു, അത് കഴിഞ്ഞങ്ങ് പോയി. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ ട്രാൻസിറ്ററി കൺസംഷൻ വരിക അല്ലേ? അപ്പോൾ അത് നമ്മൾ പെർമനന്റ് കൺസംഷൻ്റെ കൂടെ ചേർക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് തമ്മിൽ യാതൊരു കോറിലേഷനും ഇല്ല എന്ന് പറയും. നെക്സ്റ്റ് നോക്ക്. There is no correlation between transitory consumption and transitory income. ട്രാൻസിറ്ററി കൺസംഷനും ട്രാൻസിറ്ററി ഇൻകവും തമ്മിലും ബന്ധമില്ല. ആ ടേംസ് ഒരുപോലെ തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ പോയിന്റ് ക്വസ്റ്റ്യനിൽ വന്നാൽ അത് തമ്മിൽ കോറിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, അതിന്റെ മീനിങ് മനസ്സിലാക്കുക ആദ്യം. There is no correlation. കോറിലേഷൻ ഇല്ല. ആരൊക്കെ തമ്മിൽ? ട്രാൻസിറ്ററി കൺസംഷനും ട്രാൻസിറ്ററി ഇൻകവും തമ്മിലും കോറിലേഷൻ ഇല്ല. ട്രാൻസിറ്ററി കൺസംഷൻ അറിയാലോ, ആക്സിഡന്റലായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ നമുക്കൊരു വാഹനത്തിൽ ആക്സിഡന്റ് പറ്റുന്നു, അങ്ങനെ ഉണ്ടാകുന്ന കൺസംഷനാണ്. ട്രാൻസിറ്ററി ഇൻകം എന്താണ്? ട്രാൻസിറ്ററി ഇൻകം എന്ന് വെച്ചാൽ വിൻഡ് ഫോൾ ഗെയിൻസ് ആണ്, ലോട്ടറി അടിച്ച് കിട്ടുന്ന വരുമാനം. അപ്പോൾ ആ ലോട്ടറി അടിച്ച് കിട്ടുന്ന വരുമാനവും ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസിൽ ഉണ്ടാകുന്ന കൺസംഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ there is no correlation between transitory consumption and transitory income. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്ക്. Only differences in permanent income affect consumption systematically. Only differences is that, അല്ലേ? Only differences എന്ന് വെച്ചാൽ എന്താണ്? In permanent, only differences in permanent income affect consumption systematically. അതായത് only differences in permanent income affect consumption systematically. എന്താണ് ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? ഇവിടുത്തെ അസംഷനിൽ ഒരേ ഒരു വ്യത്യാസം എന്താണ്? പെർമനന്റ് ഇൻകം അഫക്റ്റ് കൺസംഷൻ സിസ്റ്റമാറ്റിക്കലി. ദ ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്ന ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? പെർമനന്റ് ഇൻകം അഫക്റ്റ് കൺസംഷൻ സിസ്റ്റമാറ്റിക്കലി. കൺസംഷനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഏത് മാത്രമാണ്? ട്രാൻസിറ്ററി ഇൻകം ആണോ? അല്ല, പെർമനന്റ് ഇൻകം ഉള്ളി. പെർമനന്റ് ഇൻകം മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഈ കോൺസെപ്റ്റുകളെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു വ്യക്തിയുടെ കൺസംഷനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് എന്ത് മാത്രമാണ്? ഓൺലി പെർമനന്റ് ഇൻകം. പെർമനന്റ്, ആ വ്യക്തിയുടെ പെർമനന്റ് ഇൻകം ആണ് ആ ഒരു വ്യക്തിയുടെ കൺസംഷനെ സ്വാധീനിക്കുന്നത്. അല്ലാതെ എന്തല്ല? ട്രാൻസിറ്ററി ഇൻകം അല്ല, റിലേറ്റീവ് ഇൻകം അല്ല. ആര് പറഞ്ഞതുപോലെ? ഡിസംബറി പറഞ്ഞതുപോലെ. അതുപോലെ പിന്നെന്ത്? കറണ്ട് ഇൻകം അല്ല. ആര് പറഞ്ഞതുപോലെ? കെയ്ൻസ് പറഞ്ഞതുപോലെ. ഒള്ളി, അല്ലെ? ഒരേ ഒരു വ്യത്യാസം, ഒള്ളി ഡിഫറൻസസ്.
പെർമനന്റ് ഇൻകം അഫക്റ്റ് കൺസംഷൻ സിസ്റ്റമാറ്റിക്കലി. ഓക്കെ ആണല്ലോ. ഇനി പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് എ ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്താണ്? ഒരു ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ, നോട്ട് ഷോർട്ട് റൺ. ലോങ് റണ്ണിലുള്ള കൺസംഷൻ ഫംഗ്ഷൻ ആണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നോട്ട് ചെയ്ത് പഠിക്കേണ്ട പോയിന്റ് ആണ്. അതിന് ഇക്വേഷൻ എങ്ങനെ എഴുതാം? C is equal to K YP. C is equal to K YP. K എന്താണ്? പ്രപ്പോർഷൻ ഓഫ് ഇൻകം ദാറ്റ് വി കൺസ്യൂം. ഇൻകത്തിൽ നിന്ന് നമ്മൾ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രപ്പോർഷൻ ആണ് K എന്ന് പറയുന്നത്. C എന്താണ്? ടോട്ടൽ കൺസംഷൻ. YP എന്തായിരിക്കും? പെർമനന്റ് ഇൻകം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, കൺസംഷൻ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പെർമനന്റ് ഇൻകം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇക്വേഷൻ ഇതാണ്, C is the function, അല്ലെങ്കിൽ C is equal to KPY. K എന്താണ്? പ്രപ്പോർഷൻ ഓഫ് ഇൻകം ദാറ്റ് വി കൺസ്യൂം. അതായത് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയാൽ K എന്ന് പറയുന്നത് എന്തായിരിക്കും? APC ആൻഡ് MPC. APCയും MPCയുമാണ് ഇക്വേഷനിൽ K എന്ന് പറയുന്ന ഇക്വേഷനിൽ K. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വരും, K എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? APCക്കും MPCക്കും തുല്യമാണ്. K എന്ന് പറയുന്ന APCയും MPCയും ആയിരിക്കും. APC ആൻഡ് MPC ആർ ഈക്വൽ ഇൻ ദ ലോങ് ടേം. അപ്പോൾ മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നു APC MPC എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ലോങ് റണ്ണില് APCയും MPC എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത്. കെയ്ൻസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? MPC ഇസ് ലെസ് ദാൻ APC എന്നാണ് കെയ്ൻസ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. കെയ്ൻസ് പറഞ്ഞ എന്താണ്? അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിൽ പറഞ്ഞത് MPC ഇസ് ലെസ് ദാൻ APC എന്നാണ് പറഞ്ഞത്. അതുപോലെ APC ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ ഇവിടെ പറഞ്ഞു നോക്ക്, APC ആൻഡ് MPC ആർ ഈക്വൽ ഇൻ ദ ലോങ് ടേം, അല്ലെങ്കിൽ ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിൽ APC MPC എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത്. ഇനി നോക്ക്, according to Milton Friedman, changes in permanent income impact consumption expenditure immediately. മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ പെർമനന്റ് ഇൻകം, പെർമനന്റ് ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇമ്പാക്ട്, സ്വാധീനം ചെലുത്തുന്നു കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇമീഡിയറ്റ്ലി. അപ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ ഇമീഡിയറ്റ് ആയിട്ട് ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റം വരുത്തുന്നത് ആരാണ്? ഓൺലി ദ പെർമനന്റ് ഇൻകം. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. That is YP and CP has a proportional relationship in the long run. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും YP എന്താണ്? YP പെർമനന്റ് ഇൻകം അല്ലേ? CP എന്താണ്? പെർമനന്റ് കൺസംഷൻ ഹാസ് എ പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ് ഇൻ ദ ലോങ് റൺ. ഇവർ തമ്മിലാണ് എന്തുള്ളത്? പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ് ഉള്ളത്. പെർമനന്റ് ഇൻകവും പെർമനന്റ് കൺസംഷൻ ഹാസ് എ പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ് ഇൻ ദ ലോങ് റൺ. അതായത് നമ്മുടെ പെർമനന്റ് ഇൻകം കൂടിയാൽ പെർമനന്റ് കൺസംഷനും കൂടും. അവർ തമ്മിലാണ് എന്തുള്ളത്? ഒരു പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ് ഉള്ളതെന്നാണ് ആര് പ്രതിപാദിക്കുന്നത്? മിൽട്ടൺ ഫ്രീഡ്മാൻ പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി നോക്ക്, അൺഎക്സ്പെക്ടഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഇൻകം അല്ലെ? അൺഎക്സ്പെക്ടഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഇൻകം എന്ന് വെച്ചാൽ ട്രാൻസിറ്ററി ഇൻകം അല്ലെ? ട്രാൻസിറ്ററി ഇൻകം ആണ്. ഇൻകം റിസൾട്ട്സ് ടു ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ സേവിങ്സ് ഓൺലി. പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മിൽട്ടൺ ഫ്രീഡ്മാന്റെ തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അൺഎക്സ്പെക്ടഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഇൻകം. അതായത് ട്രാൻസിറ്ററി ഇൻകം കൂടിയാലും കുറഞ്ഞാലും എന്ന് വെച്ചാൽ നമുക്ക് ലോട്ടറി അടിക്കും, അങ്ങനെ അൺഎക്സ്പെക്ടഡ് അപ്രതീക്ഷിതമായിട്ട് എങ്ങനെയെങ്കിലും കിട്ടുന്ന ഗ്യാംബ്ലിങ്ങിലൂടെ കിട്ടുന്ന വരുമാനം. അപ്പോൾ ഇതൊക്കെ എന്താണ്? അൺഎക്സ്പെക്ടഡ് ആണ്. അങ്ങനെ കിട്ടുന്ന വരുമാനം റിസൾട്ട്സ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസിങ് സേവിങ്സ് ഓൺലി. എന്തിനാണ് സ്വാധീനം ചെലുത്തുന്നത്? ഓൺലി സേവിങ്സ്, നോട്ട് ഇൻ കൺസംഷൻ. എന്തിലല്ല സ്വാധീനം ചെലുത്തുന്നത്? കൺസംഷനിലല്ല സ്വാധീനം ചെലുത്തുന്നത്. പിന്നെയോ ഓൺലി ഇൻ സേവിങ്സ്, സേവിങ്സിലാണ് സ്വാധീനം ചെലുത്തുന്നത്. കാരണം നമുക്കിപ്പോൾ ലോട്ടറി അടിച്ച് കുറച്ച് പൈസ കിട്ടുന്നു, അപ്രതീക്ഷിതമായിട്ട് പൈസ കിട്ടുന്നു, അതിന് നമ്മൾ കൺസ്യൂം ചെയ്യുകയല്ല, മറിച്ച് അതിനെ ആ പണം നമ്മൾ സേവ് ചെയ്യുമെന്നാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ കരുതുന്നത്. ഓക്കെ, ഫ്രീഡ്മാൻ അക്സെപ്റ്റ്സ് കെയ്ൻസ് ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രീഡ്മാൻ്റെ ഇത് ഒരു ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ? ഫ്രീഡ്മാൻ എന്തിനേയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? കെയ്ൻസിന്റെ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ലോങ് റണ്ണിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ തിയറി ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്ത്? കെയ്ൻസിന്റെ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ ഏതാണ്? C is equal to A plus BY അല്ലേ? നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്താണ്. C is equal to അത് കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ ആണ്, ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. C is equal to A plus BY എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ്? നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ എന്താണ്? കൺസംഷനും ഇൻകവും തമ്മിൽ എന്താണ്? ഒരു നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണ് നിലനിൽക്കുന്നത്. പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് അല്ല, നോൺ പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ്.
എന്നുവെച്ചാൽ ഇൻകം കൂടുന്ന അതേ പ്രൊപ്പോർഷനിൽ കൺസംഷൻ കൂടില്ല. അതുകൊണ്ടാണ് നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? മിൽട്ടൺ ഫ്രീഡ്മാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഷോർട്ട് റണ്ണിൽ ഇതിങ്ങനെ തന്നെയാണ് വരിക. പക്ഷേ ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ഇൻകത്തിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആ കൺസംഷൻ കൂടും കുറയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? പെർമനന്റ് ഇൻകമാണ് പെർമനന്റ് കൺസംഷനെ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ നെക്സ്റ്റ് തിയറിയിലേക്ക് പോവുകയാണ്. കൺസംഷൻ തിയറി തന്നെയാണ്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്. ഏതാണ്ട് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ തിയറീസ് പഠിച്ച് ഓർമ്മയുണ്ടോ? ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, അതുപോലെ ലാസ്റ്റ് വൺ പഠിച്ചു നിർത്തിയത് ഏതാണ്? പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ്. ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ജെയിം കെയ്ൻസ് അല്ലേ? പിന്നെ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് മിൽട്ടൺ ഫ്രീഡ്മാൻ, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് ജെയിംസ് ഡ്യൂസംബറി. അടുത്ത് നമ്മൾ മറ്റൊരു തിയറിയിലേക്ക് വരുന്നു. അവസാനത്തെ കൺസംഷൻ തിയറിയാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് നോക്ക്. ഡെവലപ്ഡ് ബൈ, ഇത് ഡെവലപ്പ് ചെയ്ത ആരൊക്കെയാണ്? ഫ്രാങ്കോ മോഡിഗ്ലിയാനി, ഫ്രാങ്കോ മോഡിഗ്ലിയാനി ആൻഡ് ആൽബർട്ട് ആൻഡോ. ആൽബർട്ട് ആൻഡോ പ്രധാനമായിട്ടും മോഡിഗ്ലിയാനിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുക. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ഇദ്ദേഹത്തിൻ്റെ പേരായിരിക്കും കൊടുത്തിരിക്കുക. ഫ്രാങ്കോ മോഡിഗ്ലിയാനി ആൻഡ് ആൽബർട്ടോ ആൻഡോ, ഇവർ രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി മറ്റൊരു പേര് കൂടി ഓർത്തിരിക്കണം, റിച്ചാർഡ് ബ്ലൂംബർഗ്. എനിവേ ഓപ്ഷനിൽ വന്നാൽ നമുക്ക് ഈ പേര് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. റിച്ചാർഡ് ബ്ലൂംബർഗ്, ഇദ്ദേഹം എന്ന് പറയുന്നത് ഫ്രാങ്കോ മോഡിഗ്ലിയാനിയുടെ സ്റ്റുഡൻ്റ് ആണ്. ആര്? റിച്ചാർഡ് ബ്ലൂംബർഗ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനും എന്തിൽ പങ്കുണ്ട്? ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തതിൽ പങ്കുണ്ട്. ചില ടെക്സ്റ്റുകളിൽ ഫ്രാങ്കോ മോഡിഗ്ലിയാനി ആൻഡ് റിച്ചാർഡ് ബ്ലൂംബർഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡെവലപ്പ് ചെയ്തത് ഫ്രാങ്കോ മോഡിഗ്ലിയാനിയും ആൽബർട്ടോ ആൻഡോയുമാണ്. ഇതിൽ ആരുടെ പാർട്ടിസിപ്പേഷനും കൂടിയുണ്ട്? റിച്ചാർഡ് ബ്ലൂംബർഗിൻ്റെ പാർട്ടിസിപ്പേഷനും കൂടിയുണ്ട്. റിച്ചാർഡ് ബ്ലൂംബർഗ് ആരാണ്? മോഡിഗ്ലിയാനിയുടെ സ്റ്റുഡൻ്റ് ആണ് റിച്ചാർഡ് ബ്ലൂംബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് പേരുകളും കൂടി ഓർത്തിരിക്കുക. ഈ മൂന്ന് പേരുകളും എന്തുമായി റിലേറ്റ് ചെയ്തു എന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയണം. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, എന്താണ് ഈ തിയറിയിൽ പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തിസിസ്, കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, നോട്ട് കറണ്ട് ഇൻകം. ഇവിടെയും എന്ത് കറണ്ട് ഇൻകത്തെ ഇവരെന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു അല്ലേ? എല്ലാ തിയറിയിലും കെയ്ൻസിന്റെ കറണ്ട് ഇൻകം എന്ന് പറയുന്ന അസംഷനെ അവരെന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തിസിസ് കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇവിടെ എന്തിനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്? ആ ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അതായത് നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻകം ഉണ്ട്. ആ ഇൻകത്തെ ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ കൺസംഷൻ. അതായത് നമ്മുടെ പിന്നെ നമ്മളൊരു ഇത്ര കാലം ജീവിച്ചിരിക്കും, ഒരു 80 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കും എന്ന് വെച്ചാൽ ആ 80 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എത്ര രൂപ ഏൺ ചെയ്യും, അതാണ് നമ്മുടെ ലൈഫ് ടൈം ഏർണിങ്സ് എന്ന് പറയുന്നത്, ആ ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ ഒരു പ്രതീക്ഷയുണ്ട്, ഇത്ര വയസ്സ് കൊണ്ട് നമുക്ക് ഇത്ര രൂപ ഏൺ ചെയ്യാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടാകണം. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് അങ്ങനെ ആ എക്സ്പെക്റ്റഡ് ഇൻകത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ആളുകൾ എന്ത് ചെയ്യുന്നത്? കൺസ്യൂം ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്? ഫ്രാങ്കോ മോഡിഗ്ലിയാനിയും ആൽബർട്ട് ആൻഡോയും പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ നമ്മുടെ ഇൻകം, ഫ്യൂച്ചർ ഇൻകം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. നമ്മളിപ്പോൾ ഒരു 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെങ്കിൽ ആ 80 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് എത്രത്തോളം വരുമാനം ഏൺ ചെയ്യാൻ കഴിയുമെന്ന് എക്സ്പെക്ട് ചെയ്യും. ആ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് നമ്മൾ കറണ്ട്ലി നമ്മൾ എന്ത് ചെയ്യും? സ്പെൻഡ് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. അല്ലാതെ എന്തിനെ ബേസ് ചെയ്തല്ല നിൽക്കുന്നത്? നോട്ട് കറണ്ട് ഇൻകം. എന്തിനെ ബേസ് ചെയ്തല്ല നിൽക്കുന്നത്? കറണ്ട് ഇൻകത്തെ ബേസ് ചെയ്തല്ല നമ്മുടെ കറണ്ട് കൺസംഷൻ നിൽക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഡിപ്പെൻഡഡ് ഓൺ ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, ആൻ ഇൻഡിവിജ്വൽസ് ആവറേജ് ഇൻകം ഈസ് റിലേറ്റീവ്ലി ലോ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഹിസ് ലൈഫ്. ഇനി നമ്മളൊരു ലൈഫ് സ്പാൻ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു 80 വയസ്സ്, കേരളത്തിലെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്താണ് ഒരു 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുക അല്ലേ? അപ്പോൾ ആൻ ഇൻഡിവിജ്വൽസ് ആവറേജ് ഇൻകം ഈസ് റിലേറ്റീവ്ലി ലോ. ഒരു വ്യക്തിയുടെ ശരാശരി വരുമാനം താരതമ്യേന കുറവായിരിക്കും. എപ്പോഴാണ്? അറ്റ് ദ ബിഗിനിങ് ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബിഗിനിങ്ങിൽ, തുടക്കത്തിൽ ഒരു 20 വയസ്സ് വരെയുള്ള കാലഘട്ടം എടുക്കാം. ആ 20 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ വരുമാനം എന്താണ്? കുറവായിരിക്കും. കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം പഠിക്കുകയായിരിക്കും
അല്ലേ? അദ്ദേഹം ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താണ് പഠനത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടാകാം, അല്ലേ? ആ സമയത്തൊന്നും വരുമാനം ഉണ്ടാവുകയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്ലി അദ്ദേഹത്തിൻ്റെ വരുമാനം എന്താണ്? വളരെ കുറവായിരിക്കും. ആൻഡ് ആൾസോ അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ്, അതുപോലെ എന്താണ് അദ്ദേഹത്തിൻ്റെ എൻഡ് ഓഫ് ഹിസ് ലൈഫിൽ, ജീവിതത്തിൻ്റെ അവസാനത്തിലും എന്താണ്? വരുമാനം കുറവാണ്. കാരണം ഒരു 60 വയസ്സ് കഴിഞ്ഞ് ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം വരുമാനം കുറവായിരിക്കും, അല്ലേ? അപ്പോൾ ഇതിനിടയ്ക്കുള്ള പീരീഡ് ഒരു 20 വയസ്സ് മുതൽ ഒരു 60 വയസ്സ് വരെയുള്ള കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മിഡിൽ ഏജ് എന്ന് പറയാം, അല്ലേ? അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാനിൽ ഒരു മധ്യകാലഘട്ടം 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഏൺ ചെയ്യുന്നത്. ബാക്കിയുള്ള കാലഘട്ടം അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. ആ 20 വയസ്സുള്ള കാലം എന്ന് വെച്ചാൽ ബിഗിനിങ് ഓഫ് ഹിസ് ലൈഫിലും, അതുപോലെ ആൾസോ ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ് എന്ന് വെച്ചാൽ റിട്ടയർമെന്റിന് ശേഷമുള്ള ലൈഫുണ്ട്, 80 വയസ്സ് 60 വയസ്സ് തൊട്ട് 80 വയസ്സ്. ഈ കാലഘട്ടത്തിലും വരുമാനം റിലേറ്റീവ്ലി ലോ, താരതമ്യേന കുറവായിരിക്കും ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത്. ശരിയല്ലേ? നോക്ക്, ബട്ട് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് ലൈഫ്, ജീവിതത്തിന്റെ മധ്യകാലഘട്ടത്തിൽ ഇൻകം ഈസ് ഹൈ. ഇൻകം എന്തായിരിക്കും? ഹൈ ആയിരിക്കും, വരുമാനം കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് ഒരു വ്യക്തിയുടെ മൊത്ത വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ മൊത്ത വരുമാനത്തെ ആശ്രയിച്ചാണ് കൺസംഷൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ എല്ലാ കാലത്തിലും ഒരുപോലെ നമുക്ക് വരുമാനം കിട്ടില്ല. മിഡിൽ ഏജിലാണ് നമ്മൾ കൂടുതൽ വരുമാനം കിട്ടുന്നത്. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്ക്, അടുത്ത് നോക്കി. ആസ് എ റിസൾട്ട് the consumption level of the individual throughout his life is constant or slightly increasing. അതുകൊണ്ട് മോഡിഗ്ലിയാനി പറയുന്നത്, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ പറയുന്നത്, കൺസംഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ത്രൂ ഔട്ട് ഹിസ് ലൈഫ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. ഒരു കോൺസ്റ്റന്റ് ടോട്ടൽ കൺസംഷൻ എടുത്താൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് റേറ്റിലായിരിക്കും പോകുക. ഓർ സ്ലൈറ്റ്ലി ഇൻക്രീസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ചെറുതായിട്ടുള്ള വർധനവേ വരത്തുള്ളൂ. ഒരു വ്യക്തിയുടെ ടോട്ടൽ കൺസംഷൻ എടുത്താൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളമുള്ള കൺസംഷൻ എടുത്താൽ അതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഇൻക്രീസിങ്, ചെറിയ വ്യത്യാസമേ വരത്തുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറയും, വരുമാനത്തിൻ്റെ ലൈഫ് ടൈം വരുമാനത്തെ ആശ്രയിച്ചാണ് കൺസംഷൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ആ ലൈഫ് ടൈം ഇൻകം എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ ഇൻകം ലോ ആണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൻ്റെ ബിഗിനിങ്ങിൽ ഇൻകം ലോ ആണ്. അതുപോലെ റിട്ടയർമെൻറ്റിന് ശേഷവും വരുമാനം കുറവാണ്. ഈ ഇൻകം ഉള്ളത് മിഡിൽ ഏജിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ജീവിതത്തിലെ മൊത്തം കൺസംഷൻ എടുത്താൽ കൺസംഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ആരഭിപ്രായപ്പെടുന്ന മോഡിഗ്ലിയാനി അഭിപ്രായപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, അക്കോർഡിംഗ് ടു ദിസ് തിയറി the lifetime expected income of the consumer, lifetime expected income of the consumer, ഒരു വ്യക്തിയുടെ ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം, ഒരു ലൈഫ് ടൈമിൽ അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് റിസോഴ്സസ്. എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അദ്ദേഹത്തിന്റെ റിസോഴ്സസിനെ, അദ്ദേഹത്തിന്റെ വിഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്താണ്? നോക്ക്, റിസോഴ്സസ് ഇൻക്ലൂഡ് കറണ്ട് ഇൻകം. ആ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് കറണ്ട് ഇൻകം, അയാൾക്ക് നിലവിലുള്ള വരുമാനം, ഏതൊക്കെ സോഴ്സിൽ നിന്ന് വരുമാനം കിട്ടുന്നു അത്. മറ്റൊന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ഹിസ് ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ലേബർ. മറ്റൊന്ന് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പ്രസന്റ് വാല്യൂ ഓഫ് ഹിസ് ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ലേബർ ഇൻകം, അല്ലേ? ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ലേബർ ഇൻകം അതെന്ന് വെച്ചാൽ 20 വയസ്സ് ഇന്നും അല്ലെങ്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അയാൾ എക്സ്പെക്ട് ചെയ്യും അയാൾക്ക് ഇന്ന ജോലി കിട്ടും. ആ ജോലിയിൽ നിന്നും 60 വയസ്സ് വരെ ജോലി ചെയ്യുമ്പോൾ എന്തുമാത്രം ലേബർ അദ്ദേഹം ചിലവഴിക്കും, എത്ര വർഷത്തോളം ജോലിക്ക് പോകും, ആ ജോലിയിൽ നിന്ന് എത്രത്തോളം വരുമാനം കിട്ടും, അതാണ് എക്സ്പെക്റ്റഡ് ലേബർ ഇൻകം എന്ന് പറയുന്നത്. പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ഇൻകം. അതായത് 20 വയസ്സിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് അയാൾ എക്സ്പെക്ട് ചെയ്യും ജോലി കിട്ടിക്കഴിഞ്ഞ് ഇത്ര വർഷം ഞാൻ ജോലി ചെയ്യും. ആ കാലഘട്ടത്തിൽ അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകം ഉണ്ട്, അതിൻ്റെ പ്രസന്റ് വാല്യൂ എടുക്കും, അതിൻ്റെ പ്രസന്റ് വാല്യൂ നോക്കും. മനസ്സിലായല്ലോ? ഫ്യൂച്ചർ ഇൻകത്തിൻ്റെ പ്രസന്റ് വാല്യൂ അത് റിസോഴ്സസിൽ ഉൾപ്പെടും. ഇനി ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് അസറ്റ്സ്. ഇനി മറ്റ് അസറ്റുകളൊക്കെ കാണും, ഗോൾഡോ അങ്ങനെയുള്ള അസറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ലാൻഡോ അങ്ങനെയുള്ള അസറ്റ്, കുറച്ച് ഷെയർസോ, അതിൻ്റെ വാല്യൂ എടുക്കും, പ്രസന്റ് വാല്യൂ എടുക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രസന്റ് വാല്യൂ ആണ് എടുക്കുന്നത്. കാര്യം കൺസംഷൻ എന്ന് വെച്ചാൽ പ്രസന്റ് കൺസംഷൻ ആണ്, അല്ല ഫ്യൂച്ചർ കൺസംഷൻ അല്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഒരു വ്യക്തിയുടെ ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ റിസോഴ്സസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി ആ റിസോഴ്സസ് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? റിസോഴ്സ് ഇൻക്ലൂഡ് കറണ്ട് ഇൻകം, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം. മറ്റൊന്ന് എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ലേബർ ഇൻകം, ഭാവിയിൽ കിട്ടിയേക്കാവുന്ന വരുമാനം, ആ തൊഴിൽ ചെയ്ത് കിട്ടിയേക്കാവുന്ന വരുമാനം, അതിൻ്റെ പ്രസന്റ് വാല്യൂ അദ്ദേഹത്തിൻ്റെ ഇൻകമായിട്ട് പരിഗണിക്കും. മറ്റൊന്ന് പ്രസന്റ് വാല്യൂ ഓഫ് അസറ്റ്സ്, ഇപ്പോൾ അദ്ദേഹത്തിന് ഏതൊക്കെ തരത്തിൽ അദ്ദേഹം അസറ്റ് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ വാല്യൂ.
ഇതാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ആ റിസോഴ്സസിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയുടെ ഓവറോൾ ഇൻകം നിൽക്കുന്നത്, ഒരു വ്യക്തിയുടെ എക്സ്പെക്റ്റഡ് ഇൻകം നിലനിൽക്കുന്നത്. ആ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു വ്യക്തിയുടെ കൺസംഷൻ മുന്നോട്ട് പോകുന്നത്. ക്ലിയർ അല്ലേ? ഇനി therefore ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ആൾസോ നോൺ ആസ് വെൽത്ത് തിയറി ഓഫ് കൺസംഷൻ. അതുകൊണ്ട് നമുക്ക് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസിനെ LCH ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ഈസ് ആൾസോ നോൺ ആസ് വെൽത്ത് തിയറി ഓഫ് കൺസംഷൻ എന്തെന്നും പറയാൻ പറ്റും? വെൽത്ത് തിയറി ഓഫ് കൺസംഷൻ എന്നും പറയാൻ കഴിയും. വെൽത്ത് തിയറി ഓഫ് കൺസംഷൻ, കാരണം ഒരാളുടെ വെൽത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് വെൽത്ത് തിയറി ഓഫ് കൺസംഷൻ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഇനി ആസ് പെർ ദി ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് കൺസംഷൻ ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, ഇതനുസരിച്ച് നമുക്ക് കൺസംഷൻ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? CT is the function of VT. CT is the function of VT. അപ്പോൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസിൽ കൺസംഷൻ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CT is the function of VT. നോക്ക്, എന്താണ് CT? ടോട്ടൽ കൺസംഷൻ അറ്റ് ടൈം T. അതായത് നമ്മൾ എടുക്കുന്ന ഒരു ടൈം പീരീഡ്, കൺസംഷൻ നടക്കുന്ന ഒരു ടൈം പീരീഡ് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും. അപ്പോൾ ആ കൺസംഷൻ പീരീഡാണ് ടോട്ടൽ കൺസംഷൻ അറ്റ് ടൈം T എന്ന ടൈം പീരീഡിലുള്ള കൺസംഷനാണ് CT. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്, ആ ടൈം പീരീഡിലുള്ള കൺസംഷൻ CT. VT എന്താണ്? ടോട്ടൽ കൺസംഷൻ അറ്റ് ടൈം ടോട്ടൽ റിസോഴ്സസ് അറ്റ് ടൈം T എന്ന പീരീഡ്, അതായത് കൺസംഷൻ നടക്കുന്ന T എന്ന പീരീഡ് ഉണ്ടല്ലോ, അതേ പീരീഡിലുള്ള ടോട്ടൽ റിസോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? VT എന്ന് പറയുന്നത്. അപ്പോൾ ആ VTയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് എന്ത്? ടോട്ടൽ കൺസംഷനായ CT. അതുകൊണ്ടാണ് നമ്മൾ ആൾറെഡി പറഞ്ഞത് എന്ത്? പിന്നെ കൺസംഷൻ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ കൺസംഷൻ എന്ന് പറയുന്നത് CT ഈസ് ദ ഫംഗ്ഷൻ ഓഫ് VT. CT ഈസ് ദ ഫംഗ്ഷൻ ഓഫ് VT. ഇതാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസിലെ കൺസംഷൻ ഫംഗ്ഷൻ. അപ്പോൾ പുതിയ മറ്റൊരു ഇക്വേഷൻ പഠിക്കുകയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ ഓർമ്മ വരണം, മാറിപ്പോകരുത്. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് അല്ല, പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് അല്ല, അതുപോലെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് അല്ല. ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്? ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസിലെ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. CT ഈസ് ദ ഫംഗ്ഷൻ ഓഫ് VT. CT എന്ന് വെച്ചാൽ എന്താണ്? കൺസംഷൻ അറ്റ് ദ ടൈം പീരീഡ് T. VT എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ റിസോഴ്സസ്, അല്ലെങ്കിൽ ഒരാളുടെ എക്സ്പെക്റ്റഡ് ഇൻകം, ലൈഫ് ടൈം ഇൻകം ഓഫ് ദ പീരീഡ് T. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നോക്ക്, ഇൻ ദ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് APC ഈസ് കോൺസ്റ്റന്റ് ഇൻ ദ ലോങ് റൺ. ഇവിടെ അവർ പറയാണ് APC ഈസ് കോൺസ്റ്റന്റ് ഇൻ ദ ലോങ് റൺ. ഈ തിയറിയുടെ തുടക്കത്തിൽ പറഞ്ഞു APC ഈസ് കോൺസ്റ്റന്റ് ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിൽ APC എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ തിയറിയിലും പറയുന്നത് എന്താണ്? APC ഈസ് കോൺസ്റ്റന്റ് ഇൻ ദ ലോങ് റൺ. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്ന ലോങ് റണ്ണിൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ലോങ് പീരീഡിൽ എന്ന് വെച്ചാൽ ഒരാളുടെ ലൈഫ് ടൈമിലെ കൺസംഷൻ എടുത്തു കഴിഞ്ഞാൽ APC എന്തായിട്ട്? കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും പോവുക എന്നാണ് പറയുന്നത്. ദ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് റിവീൽസ് ദാറ്റ് സേവിങ്സ് ചേഞ്ച് ഓവർ ദി ലൈഫ് ടൈം ഓഫ് എ കൺസ്യൂമർ. അപ്പോൾ APC കോൺസ്റ്റന്റ് ആണ്, കൺസംഷൻ കോൺസ്റ്റന്റ് ആണ്. പക്ഷേ എന്തിലാണ് ചേഞ്ച് വരുന്നതെന്ന് ചോദിച്ചാൽ എന്തിലാണ്? സേവിങ്സ് ചേഞ്ച് ഓവർ ദി ലൈഫ് ടൈം ഓഫ് എ കൺസ്യൂമർ. ഒരു കൺസ്യൂമറിന്റെ ലൈഫ് ടൈം എടുത്തു നോക്കിയാൽ അതിൽ എന്തിൽ ചേഞ്ച് കാണാൻ പറ്റും? സേവിങ്സിൽ ചേഞ്ച് കാണാൻ പറ്റും. എന്തിൽ ചേഞ്ച് ഇല്ല? കൺസംഷൻ APC കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്, പക്ഷെ എന്തിലാണ് ചേഞ്ച് വരുന്നത് ചോദിച്ചാൽ എന്തിലാണ് ചേഞ്ച് വരുന്നത്? സേവിങ്സിലാണ് ചേഞ്ച് വരുന്നത്. സേവിങ്സ് ചേഞ്ച് ഓവർ ദി ലൈഫ് ടൈം ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറിന്റെ ലൈഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ സേവിങ്സ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. നോക്ക്, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? കൺസ്യൂമർ സ്റ്റാർട്ട്സ് ഹിസ് ലൈഫ് വിത്ത് നോ സേവിങ്സ്. ഇപ്പൊ നമ്മൾ അല്ലേ, നമ്മുടെ ജീവിതം ആരംഭിക്കുന്നു വിത്ത് നോ സേവിങ്സ്. സേവിങ്സ് ഉണ്ടോ? ഇല്ല, യാതൊരു സേവിങ്സും ഇല്ല. പക്ഷെ എന്തുണ്ട്? കൺസംഷൻ ഉണ്ട്. സേവിങ്സ് ഇല്ല, പക്ഷെ എന്തുണ്ട്? കൺസംഷൻ ഉണ്ട് അല്ലേ? സേവിങ്സ് ഇല്ല. മിഡിൽ ഏജ് സേവ് മോർ ആൻഡ് അക്യുമുലേറ്റ് വെൽത്ത്. അപ്പോൾ ഒരു സംശയം വരും, കൺസ്യൂമർ സ്റ്റാർട്ട്സ് ഹിസ് ലൈഫ് വിത്ത് നോ സേവിങ്സ് അല്ലേ? നോ സേവിങ്സ് ഒന്നും ഇല്ലാതെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം ആരംഭിക്കുന്നത്. പക്ഷേ അയാൾ കൺസ്യൂം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അയാൾ എക്സ്പെക്ട് ചെയ്യും അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടം കഴിഞ്ഞാൽ മിഡിൽ ഏജിലേക്ക് കടക്കും, അപ്പോൾ വരുമാനം കിട്ടും. അയാൾ എക്സ്പെക്റ്റഡ് ഇൻകമാണ്. ആ എക്സ്പെക്റ്റഡ് ഇൻകത്തിനനുസരിച്ച് അയാൾ ഇപ്പോൾ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. മനസ്സിലായി? തുടക്കത്തിൽ കൺസ്യൂം ചെയ്യും. അപ്പോൾ തുടക്കത്തിൽ വരുമാനം തീരെ കുറവാണ് അല്ലേ? റിലേറ്റീവ്ലി ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ കൺസ്യൂം ചെയ്യുന്ന എന്തിനനുസരിച്ചായിരിക്കും? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് ഇൻകം. റിലേറ്റീവ് ഇൻകത്തിനനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ എക്സ്പെക്റ്റഡ് ഇൻകത്തിനനുസരിച്ചിട്ടായിരിക്കും. എക്സ്പെക്റ്റഡ് ഇൻകം, കാരണം അദ്ദേഹം ഏതുമായിട്ട് കമ്പയർ ചെയ്യും? എക്സ്പെക്റ്റഡ് ഇൻകം എന്ന് വെച്ചാൽ അയാളുടെ മിഡിൽ ഏജിൽ അയാൾ സമ്പാദിക്കാൻ പോകുന്ന വരുമാനം എത്രയായിരിക്കും, അയാൾ അതിൻ്റെ പ്രസന്റ് വാല്യൂ എടുക്കും.
ആ പ്രസൻറ്റ് വാല്യൂ നോക്കിയിട്ടാണ് അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. അതായത് സേവിങ്സ് ഇല്ലാത്ത സമയത്ത്, ഇൻകം ഇല്ലാത്ത സമയത്തും അയാൾ കൺസ്യൂം ചെയ്യും. കാരണം വരാൻ പോകുന്ന ഇൻകം ഇത്രയാണ് എനിക്ക്, അപ്പോൾ കൺസ്യൂം ചെയ്താലും കുഴപ്പമില്ല, കൂടുതൽ മേടിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഇത്രയും ജോലിയുടെ വരുമാനം കിട്ടുമല്ലോ എന്ന് അയാൾ പ്രതീക്ഷിക്കും. നോക്കുക, മിഡിൽ ഏജിൽ സേവ് മോർ ആൻഡ് അക്യുമുലേറ്റ് വെൽത്ത്. ആ മിഡിൽ ഏജിൽ അയാൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് സേവ് ചെയ്യും. ആൻഡ് അക്യുമുലേറ്റ് വെൽത്ത്, എന്ത്, വരുമാനം സമ്പാദിക്കും, വരുമാനം അല്ലേ സമ്പാദിക്കും. നോക്ക്, ഇൻ ദ ഓൾഡ് ഏജിലോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഏജിൽ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം, മിഡിൽ ഏജ് കഴിഞ്ഞു, റിട്ടയർമെൻറ്റ് ഏജിലേക്ക് പോയി, ഹി വിൽ ഡിസേവ്, അയാൾ എന്ത് ചെയ്യും, ഡിസേവിങ്സ്. കാരണം മിഡിൽ ഏജിൽ സേവ് ചെയ്തു, ഇവിടെ വരുമ്പോൾ ഡിസേവ് ആൻഡ് റൺ ഡൗൺ ഹിസ് വെൽത്ത്. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, റൺ ഡൗൺ ഹിസ് വെൽത്ത്, അയാളുടെ വെൽത്ത് എന്ത് ചെയ്യാണ്, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, ഇൻ ദ ഓൾഡ് ഏജിൽ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഏജിൽ ഹി വിൽ ഡിസേവ്, അയാൾ എന്ത് ചെയ്യുന്നു, ഡിസേവ് എന്ന് വെച്ചാൽ എന്താണ്, ഈ നേരത്തെ സേവ് ചെയ്ത് വെച്ച പൈസയാണ് റിട്ടയർമെൻറ്റ് ഏജിലേക്ക് അയാൾ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം റിട്ടയർമെൻറ്റ് ഏജിൽ, ഓൾഡ് ഏജിൽ അയാൾക്ക് എന്തില്ല, അയാൾക്ക് വരുമാനമില്ല, അറിയാലോ, വരുമാനമില്ല. ആ വരുമാനമില്ലാത്തതുകൊണ്ട്, വരുമാനമില്ലെന്ന് കരുതി കൺസ്യൂം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കൺസ്യൂം ചെയ്യുന്ന എന്തുപയോഗിച്ചായിരിക്കും, നേരത്തെ മിഡിൽ ഏജിൽ സേവിങ്സ് ഉണ്ടല്ലോ, ആ സേവിങ്സ് എടുത്തിട്ട് അയാൾ കൺസ്യൂം ചെയ്യും. അങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ സേവിങ്സ് അവിടെ കുറയുകയല്ലേ, അത് നമ്മൾ എന്ത് പറയും, ഡിസേവിങ്സ് എന്ന് പറയും. അതാണ് പറയുന്നത്, ഹി ഡിസേവ്സ് അല്ലേ, ഹി വിൽ ഡിസേവ് ആൻഡ് റൺ ഡൗൺ ഹിസ് വെൽത്ത്. അങ്ങനെ വരുമ്പോൾ അയാളുടെ വെൽത്ത് എന്ത് ചെയ്യും, റൺ ഡൗൺ, കുറഞ്ഞു വരും. ഓക്കെ ആണല്ലോ. ഇതാണ് ഒരു മൊത്തത്തിലുള്ള കൺസംഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി തിയറിക്ക് ചില അസംഷൻസ് ഉണ്ട്. ഒന്ന്, there is no change in price level during the life of the consumer. കൺസ്യൂമറിൻ്റെ ജീവിതത്തിൽ ഉടനീളം there is no change in price level ഒരു അസംഷനാണ്. കാരണം നമുക്കറിയാം നമ്മുടെ റിയൽ ലൈഫിൽ പ്രൈസ് എന്താണ്, ഇപ്പോൾ ആഴ്ചയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ മോഡിഗ്ലിയാനി അസ്യൂം ചെയ്യുന്നത് there is no change in price level. പ്രൈസ് ലെവലിൽ യാതൊരു മാറ്റവും വരില്ല. ഇതാണ് ഒരു അസംഷൻ. രണ്ട്, the rate of interest remains stable. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. പലിശ നിരക്ക് സ്റ്റേബിൾ ആണ്, പലിശ നിരക്കിൽ മാറ്റമില്ല. മൂന്നാമത്തെ അസംഷൻ നോക്ക്, the consumer does not inherit any assets and his net assets are the result of his own savings. നോക്ക്, no bequest. അപ്പോൾ the consumer does not inherit any assets. കൺസ്യൂമറിന് എന്തില്ല, does not inherit any assets. പാരമ്പര്യമായിട്ട് എന്ന് വെച്ചാൽ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഒരു അസറ്റും ഇല്ല. അയാളുടെ അസറ്റ് മൊത്തം അയാൾ സമ്പാദിക്കുന്നതാണ് എന്നാണ് മോഡിഗ്ലിയാനി പറയുന്നത്. അങ്ങനെ പറയുന്ന കൺസ്യൂമർ ഡസ് നോട്ട് ഇൻഹെറിറ്റ് എനി അസറ്റ്സ്. കൺസ്യൂമറിന് ഒരു അസറ്റും അയാൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നില്ല. ആൻഡ് ഹിസ് നെറ്റ് അസറ്റ്സ്, അയാളുടെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആർ ദ റിസൾട്ട് ഓഫ് ഹിസ് ഓൺ സേവിങ്സ്. അയാളുടെ സ്വന്തം സേവിങ്സിലൂടെ സമ്പാദിച്ച അസറ്റാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് നോ ബിക്കസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇതിന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ. നോ ബിക്കസ്റ്റ് എന്ന് വെച്ചാൽ എന്ത്, അയാൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു അസറ്റും ഇല്ല. അതാണ് എന്തെന്ന് പറയുന്നത്, നോ ബിക്കസ്റ്റ് എന്ന് പറയുന്നത്. ബിക്കസ്റ്റ് എന്ന് വെച്ചാൽ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയ വരുമാനം. പക്ഷെ ഇവിടെ എന്ത്, ഹെറിഡിറ്ററി ആയിട്ട് വരുമാനമൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ. അടുത്ത അസംഷൻ നോക്ക്, ഹിസ് കറണ്ട് സേവിങ്സ് റിസൾട്ട്സ് ഇൻ ഫ്യൂച്ചർ കൺസംഷൻ. അയാളുടെ കറണ്ട് സേവിങ്സ് ആണ് എന്തിലേക്ക് നയിക്കുന്നത്, ഫ്യൂച്ചർ കൺസംഷനിലേക്ക് നയിക്കുന്നത്. കാരണം മിഡിൽ ഏജിലെ സേവിങ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്, മിഡിൽ ഏജിലെ സേവിങ്സ് അത് എന്ത്, റിട്ടയർമെൻറ്റ് ഏജിൽ കൺസംഷനിലേക്ക് നയിച്ചില്ലേ. കാരണം റിട്ടയർമെൻറ്റ് ഏജിൽ കൺസ്യൂം ചെയ്യാൻ സാധിച്ചത് മിഡിൽ ഏജിലെ സേവിങ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് കറണ്ട് സേവിങ്സ് റിസൾട്ട് ഇൻ ഫ്യൂച്ചർ കൺസംഷൻ. ഇപ്പോഴത്തെ സേവിങ്സ് അല്ലെങ്കിൽ ഇപ്പോൾ അയാൾ മിഡിൽ ഏജിൽ സേവ് ചെയ്ത് എന്തിനു വേണ്ടിയാണ് അയാൾ സേവ് ചെയ്തത്, അതിൻ്റെ അർത്ഥം എന്താണ്, മിഡിൽ ഏജിൽ സേവ് ചെയ്ത് എന്തിനു വേണ്ടിയാണ്, ഓൾഡ് ഏജിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഓൾഡ് ഏജിൽ കൺസ്യൂം കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, മിഡിൽ ഏജിൽ കൂടുതലായിട്ട് മോർ എമൗണ്ട് അയാൾ എന്ത് ചെയ്യേണ്ടി വരും, സേവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയുമാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും പറഞ്ഞില്ല. ഒരു വ്യക്തിയുടെ കൺസംഷൻ, ലൈഫ് ടൈം കൺസംഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പെക്റ്റഡ് ഇൻകം ഇൻ ഹിസ് ലൈഫ് സ്പാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന വരുമാനത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നോട്ട് കറണ്ട് ഇൻകം. എന്തിനെയല്ല ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്, കറണ്ട് ഇൻകത്തെ അല്ല ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്, അല്ലേ. പിന്നെ പറഞ്ഞു, ഒരു വ്യക്തിക്ക് ജീവിതത്തിലുടനീളം പെർമനൻ്റ് ആയിട്ട് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കത്തില്ല. ആ ഇൻകം എന്ന് പറയുന്ന കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ബിഗിനിങ്ങിൽ, ലൈഫിൻ്റെ ബിഗിനിങ്ങിൽ ഇൻകം ലോ ആയിരിക്കും. അതുകൊണ്ട് എന്താണ്, സേവിങ്സും ലോ ആയിട്ടില്ലെങ്കിൽ ദർ ഇസ് നോ സേവിങ്സ്. ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് സേവിങ്സ് ഇല്ല. പക്ഷേ എന്തുണ്ട്, കൺസംഷൻ ഉണ്ട്. ആ കൺസംഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്, അയാളുടെ
സേവിങ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ ഫ്യൂച്ചർ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. കാരണം ഭാവിയിൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്താണ് എന്താണ് അയാളുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അയാളുടെ കൺസംഷൻ നിൽക്കുന്നത്. ഇനി റിട്ടയർമെൻറ്റ് ഏജിലും എന്തില്ല, അയാൾക്ക് സേവിങ്സ് ഇല്ല അല്ലേ, പക്ഷെ എന്തുണ്ട്, കൺസംഷൻ ഉണ്ട്. ആ കൺസംഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, അയാളുടെ സേവിങ്സ്. മിഡിൽ ഏജിൽ അയാളെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത് അയാൾ സേവ് ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ, ആ സേവിങ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഓൾഡ് ഏജിൽ എന്താണ് ഡിസേവിങ്സ് എന്ന് പറയും. അപ്പോൾ ഓവറാൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ മൊത്തം ഒരാളുടെ കൺസംഷൻ എടുക്കുകയാണെങ്കിൽ കൺസംഷൻ എങ്ങനെയായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. മൊത്തം കൺസംഷൻ എടുക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഒരിക്കലും കറണ്ട് ഇൻകം അനുസരിച്ചല്ല എന്ത് ചെയ്യുന്നത്, കൺസംഷൻ പോകുന്നത്. ഫ്യൂച്ചർ ഇൻകത്തെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ സേവിങ്സിനെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരാളുടെ കൺസംഷൻ എന്തായിരിക്കും, ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും പോവുക എന്നാണ് മോഡിഗ്ലിയാനി പറയുന്നത്. പിന്നെ എൻ്റെ അസംഷൻസ് ഒക്കെ ആണല്ലോ. ഇതാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന എൻ്റെ ഇക്വേഷൻസ് പറഞ്ഞു. സി ടി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വി ടി എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആ കൺസംഷൻ തിയറീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് 1-2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. ഇത് സെറ്റിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നോക്ക്, ഇൻ ദ കൺസംഷൻ ഫംഗ്ഷൻ C = A + BYD. അപ്പോൾ ഇക്വേഷൻ കാണാൻ പറയണം ഏത് കൺസംഷൻ ഫംഗ്ഷൻ ആണ്, ഇതേതാണ്, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് അല്ലേ, കെയ്ൻസിന്റെ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എൻഡോജിനസ് വേരിയബിൾ. ഇതിനകത്ത് എൻഡോജിനസ് വേരിയബിൾ ഏതാണ്? അപ്പോൾ ഇത് ഏതിലെയാണ്, കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ആണ്, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ആണ്. ഇക്വേഷൻ കാണാൻ പറയണം. ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻഡോജിനസ് വേരിയബിൾ. ഇതിനകത്ത് എൻഡോജിനസ് വേരിയബിൾ ഏതാണ്? എൻഡോജിനസ് വേരിയബിൾ എന്ന് വെച്ചാൽ ആ മോഡൽ തന്നെയുള്ള മറ്റൊരു വേരിയബിൾ അല്ലെങ്കിൽ ആ മോഡലിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അതിലുള്ള ഈ ഇക്വേഷനിലുള്ള മറ്റ് ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എക്സോജിനസ് വേരിയബിളും കാണും, എൻഡോജിനസും കാണും. ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എൻഡോജിനസ് വേരിയബിൾ. ഇതിനകത്ത് എൻഡോജിനസ് വേരിയബിൾ ഏതാണ്? നമുക്ക് എ ഓട്ടോണമസ് കൺസംഷൻ. ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത് എൻഡോജിനസ് വേരിയബിൾ അല്ല, എക്സോജിനസ് വേരിയബിൾ ആണ്. എക്സോജിനസ് വേരിയബിൾ ആണ് ഏത്, എ എന്ന് പറയുന്നത്. കാരണം കറണ്ട് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയല്ല എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ. നമുക്കറിയാം ഓട്ടോണമസ് കൺസംഷൻ എന്ന് വെച്ചാൽ ഇൻകം 0 ആയിരിക്കുമ്പോൾ കൺസംഷൻ. അപ്പോൾ എ എന്താണ്, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത് എക്സോജിനസ് വേരിയബിൾ ആണ്. ഓർക്കുക, എ എന്താണ്, എക്സോജിനസ് വേരിയബിൾ ആണ്. കാരണം കറണ്ട് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്. ബി എന്ന് വെച്ചാൽ MPC ആണ്, അറിയാലോ, ബി എന്താണ്, MPC ആണ്. അപ്പോൾ കെയ്നീഷ്യൻ മോഡലിൽ ബിയും, ഇപ്പോൾ പ്രത്യേകം ഓർക്കുക, കെയ്നീഷ്യൻ മോഡലിൽ ബി MPC എന്ന് പറയുന്നതും എക്സോജിനസ് വേരിയബിൾ ആണ്. എന്താണ്ട് എക്സോജിനസ് ആണ്. അപ്പോൾ MPCയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതും കറണ്ട് ഇൻകത്തെ അല്ല, ഇല്ലെങ്കിൽ ഈ മോഡലിലുള്ള ഡിസ്പോസിബിൾ ഇൻകത്തെ അല്ല എന്ത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, MPCയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അത് നമ്മുടെ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷനെയും ഇമിറ്റേഷനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഇനി BYD എന്ന് വെച്ചാൽ ബി MPC തന്നെയാണ്, പക്ഷേ ബി എന്തിനോടൊപ്പം, BYD ആണ് വരുന്നതെങ്കിൽ എന്ന് വെച്ചാൽ ഇൻകത്തിന്റെ പ്രപ്പോർഷനോട് ഇൻകത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ബി അല്ലേ ഇവിടെ വന്നിരിക്കുന്ന BYD. അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന അതേ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഇൻകത്തിന്റെ ആനുപാതികമായിട്ട് എന്ത് ചെയ്യുന്നു, കൺസംഷനും കൂടുന്നു, MPCയും കൂടുന്നു. അപ്പോൾ BYD എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്ന എൻഡോജിനസ് വേരിയബിൾ എന്ന് പറയുന്ന BYD ആണ്. ബാക്കി ഓട്ടോണമസ് കൺസംഷൻ അതുപോലെ MPC ഇതൊക്കെ എന്താണ് കെയ്ൻസ് പറയുന്നത്, എക്സോജിനസ് ഫാക്ടേഴ്സ് എന്നാണ് കെയ്ൻസ് പറയുന്നത്. എക്സോജിനസ് വേരിയബിൾസ് ആണ് BYD. കാരണം അത് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അതെങ്ങനെ മനസ്സിലാകും, BYD ചേർന്നല്ലേ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്, അത് എൻഡോജിനസ് വേരിയബിൾ ആണ്. അപ്പോൾ ഈ മോഡൽ എൻഡോജിനസ് വേരിയബിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത നോക്ക്, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിന്റെ ഇക്വേഷൻ ഇതിനകത്ത് ഏതാണ് നമുക്ക് ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു അല്ലേ, C = BY. ഓപ്ഷൻ ബി C = A - BY. അതല്ല, C = A + BY. A + BY ആണ് ഇക്വേഷൻ. BYD അല്ലെങ്കിൽ Y എന്നും കൊടുക്കാറുണ്ട്. അപ്പോൾ C = A + BY. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത നോക്ക്, ഇൻ ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം MPCയിൽ ഈസ് കൺസിഡേർഡ് എക്സോജിനസ് ഓർ എൻഡോജിനസ് ഇൻ ദ അബ്സല്യൂട്ട് ഇൻകം. അതായത് ഈസ് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കൺസിഡേർഡ് എക്സോജിനസ് ഓർ എൻഡോജിനസ് ഇൻ ദ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്. അതായത് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസിൽ MPCയെ എക്സോജിനസ് എന്നാണോ എൻഡോജിനസ് എന്നാണോ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ
അല്ലെ. MPC എന്ന് പറയുന്നത് എന്താണ്? MPC മാത്രമാണെങ്കിൽ, MPCയോടൊപ്പം ഇൻകം കൂടി ചേർന്ന് വരുന്നതാണെങ്കിൽ എന്ത്? അത് എൻഡോജിനസ് ആണ്. ഇവിടെ ഇപ്പോൾ ആൻസർ എന്താണ്? എക്സോജിനസ്, എൻഡോജിനസ്, ബോത്ത് എ ആൻഡ് ബി, നെയ്തർ എക്സോജിനസ് നോർ എൻഡോജിനസ്. ഇത് നോർ ആണേ, നോർ എൻഡോജിനസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്ടേ? ആൻസർ ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണെന്ന് ഓർത്ത് നോക്കിയേ. MPC എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞു എക്സോജിനസ് ആണ്. MPC മാത്രം തരികയാണെങ്കിൽ കെയ്നീഷ്യൻ മോഡൽ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസിൽ MPC മാത്രമായിട്ട് തരികയാണെങ്കിൽ MPC എക്സോജിനസ് ആണ്. എക്സോജിനസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം MPCയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മോഡലിലുള്ള മറ്റുള്ള വേരിയബിൾസ് അല്ല, പുറത്തു നിന്നുള്ള വേരിയബിൾസ് ആണ്. ഓക്കെ, അടുത്ത് നോക്ക്. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ബിഹൈൻഡ് ദ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്? അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്താണ്, ആശയം എന്താണ്? നോക്ക്. Consumption is a function of relative income. Consumption is a function of absolute income. Saving is a function of interest rates. All of the above. ഏതാണ്? Consumption is a function of relative income ആണോ? അല്ല, അത് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസിലാണ്. ഇവിടെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസിൽ കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് അബ്സല്യൂട്ട് ഇൻകം അല്ലെങ്കിൽ കറണ്ട് ഇൻകം, അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് കറണ്ട് ഇൻകം എന്ന് പറയാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കട്ടെ. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ബിഹൈൻഡ് ദ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്? നമ്മൾ രണ്ടാമത്തെ തിയറിയുമായി ബേസ് ചെയ്ത MCQ ആണ്. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ബിഹൈൻഡ് ദ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്? റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഐഡിയ എന്താണ്, പ്രധാനപ്പെട്ട ആശയം എന്താണ്? നോക്ക്. കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് അബ്സല്യൂട്ട് ഇൻകം ആണോ? അല്ല. കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് റിലേറ്റീവ് ഇൻകം. സേവിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓൾ ഓഫ് ദി അബോവ്. അല്ലേ? റിലേറ്റീവ് ഇൻകം ആകുമ്പോൾ എന്താണ്? കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് റിലേറ്റീവ് ഇൻകം. ഓപ്ഷൻ ബി ആണ് ആൻസർ. കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് റിലേറ്റീവ് ഇൻകം. അടുത്ത നോക്ക്. വാട്ട് ഈസ് ദ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്? റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസിൽ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ദ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്. എന്താണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഡ്യൂസംബറി ഇഫക്റ്റ്? അല്ലേ, ഡ്യൂസംബറി ഇഫക്റ്റ്. ഓപ്ഷൻ എ നോക്ക്. ദ ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ കൺസംഷൻ. ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ കൺസംഷൻ. ദ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ കൺസംഷൻ. The tendency of the people to consume more as they observe others consuming more. None of the above. ഏതാണ്ട് ആൻസർ ഓപ്ഷൻ എ ആണോ? ദ ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ കൺസംഷൻ ആണോ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്? ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ കൺസംഷൻ എങ്ങനെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ചേർന്ന് വരുന്ന ഏതാണ്? The tendency of the people to consume more as they observe the others consuming more. മറ്റുള്ളവർ കൺസ്യൂം അല്ലെ, മറ്റുള്ളവർ നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നെയ്ബേഴ്സ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെ ഇമിറ്റേഷൻ ടെൻഡൻസി ഉള്ളത് കൊണ്ട് അല്ലെ, ഇമിറ്റേറ്റിംഗ് ടെൻഡൻസി ഉള്ളത് കൊണ്ട് അതിനെ പറയുന്ന പേരാണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ. What is the shape of consumption function in the relative income hypothesis? Relative income hypothesisൽ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് എന്താണ്? വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കൺസംഷൻ കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിലാണെങ്കിൽ ലീനിയർ ഓർ നോൺ ലീനിയർ എന്നാണ് കെയ്ൻസ് പറഞ്ഞത്. ഇവിടെ എന്താണ്? റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസിലെ കൺസംഷൻ ഫംഗ്ഷൻ എന്താണ്ട്? നോൺ ലീനിയർ ആണ്. ഓപ്ഷൻ ബി ആണ്, നോൺ ലീനിയർ ആണ് അതിൻ്റെ ആൻസർ. അല്ലേ, നോൺ ലീനിയർ. അടുത്ത് നോക്കിയേ. കീപ്പ് അപ്പ് വിത്ത് ദ ജോൺസ് ഒരു ഇഡിയമാണ്. കീപ്പ് അപ്പ് വിത്ത് ദ ജോൺസ് ഈസ് റിലേറ്റഡ് ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ കീപ്പ് അപ്പ് വിത്ത് ദ ജോൺസ് ഈസ് റിലേറ്റഡ് ടു അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്, പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് കീപ്പ് അപ്പ് വിത്ത് ദ ജോൺസ്? എന്താണ് കീപ്പ് അപ്പ് വിത്ത് ദ ജോൺസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ റിച്ച് ആയിട്ടുള്ള ആൾക്ക്, നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ കൺസംഷൻ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് കീപ്പ് അപ്പ് വിത്ത് ദ ജോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? അങ്ങനെയാണെങ്കിൽ കീപ്പ് അപ്പ് വിത്ത് ദ ജോൺസ് എന്ന് മറ്റുള്ളവരെ അനുകരിക്കുക എന്ന് പറയുന്നത് ഏത് തിയറിയിലാണ് നമ്മൾ പറഞ്ഞത്? ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ഏതിലാണ്? ഏത് കൺസംഷൻ ഹൈപ്പോത്തിസിലാണ് പറഞ്ഞത്? ഏതാണ്? അബ്സല്യൂട്ടിലാണോ, പെർമനന്റ് ആണോ, റിലേറ്റീവ് ആണോ? ഓർത്ത് നോക്കിയേ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്.
വിച്ച് among the following is true or on permanent income hypothesis? ഇതിനകത്ത് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസുമായിട്ട് ശരിയായി വരുന്നത് ഏതാണ്? കറണ്ട് ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം, എക്സ്പെക്റ്റഡ് ലോങ് ടേം ആവറേജ് ഇൻകം, ഗ്രോസ് ഇൻകം. ഏതാണ്ട് പെർമനന്റ് ഇൻകത്തിൽ നമ്മൾ പറഞ്ഞു, പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസിൽ പറഞ്ഞു കൺസംഷൻ എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എക്സ്പെക്റ്റഡ് ലോങ് ടേം ആവറേജ് ഇൻകം ആണോ, കറണ്ട് ഇൻകം ആണോ, ഡിസ്പോസിബിൾ ഇൻകം ആണോ? ഏതാണ്? കറണ്ട് ഇൻകം എന്ന് പറയുന്നത് ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്? കറണ്ട് ഇൻകം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഇൻകത്തിലാണ് വരുന്നത്. ഡിസ്പോസിബിൾ ഇൻകവും അവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, എക്സ്പെക്റ്റഡ് ലോങ് ടേം ആവറേജ് ഇൻകം. എക്സ്പെക്റ്റഡ് ലോങ് ടേം ആവറേജ് ഇൻകത്തെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അതായത് നമ്മൾ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിൽ നമ്മൾ നമ്മുടെ പെർമനന്റ് ഇൻകത്തെയാണ് എന്ന് വെച്ചാൽ, പെർമനന്റ് ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നമ്മുടെ ലൈഫ് ടൈമിൽ ഉണ്ടാകുന്ന നമ്മുടെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അത് നോക്കുക, അക്കോർഡിംഗ് ടു പേഴ്സണൽ ഇൻകം ഹൈപ്പോത്തിസിസ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് വെൽത്ത്? പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസിൽ കൺസംഷനും ഈ വെൽത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓപ്ഷൻ എ നോക്ക്, കൺസംഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെൽത്ത്. കൺസംഷൻ ഓഫ് ഇൻഡിപെൻഡന്റ്, വെൽത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വെൽത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ടാണ് കൺസംഷൻ നിൽക്കുന്നത്. കൺസംഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെൽത്ത്. കൺസംഷൻ എന്ത്? വെൽത്തുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കൺസംഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെൽത്ത്. അടുത്ത ഡി നോക്ക്, കൺസംഷൻ ഈസ് ബേസ്ഡ് ഓൺ പെർമനന്റ് ഇൻകം വിച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വെൽത്ത്. ഏതാണ്? നമുക്ക് അല്പം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസിൽ കൺസംഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെൽത്ത്, കൺസംഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെൽത്ത്, കൺസംഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെൽത്ത്, കൺസംഷൻ ഈസ് ബേസ്ഡ് ഓൺ പെർമനന്റ് ഇൻകം വിച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വെൽത്ത്. ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കൺസംഷൻ ഈസ് ബേസ്ഡ് ഓൺ പെർമനന്റ് ഇൻകം, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? വിച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വെൽത്ത്. അല്ലാതെ ഡയറക്ട്ലി നമ്മുടെ വെൽത്തിനെ അല്ല എന്താ ആശ്രയിച്ചിരിക്കുന്നത്? കൺസംഷൻ ആശ്രയിച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ വിചാരിക്കും ഓപ്ഷൻ ബി ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെൽത്ത് അല്ല, കൺസംഷൻ ഈസ് ബേസ്ഡ് ഓൺ പെർമനന്റ് ഇൻകം. ആ പെർമനന്റ് ഇൻകം എന്തിനെ ബേസ് ചെയ്ത് നിൽക്കുന്നു? വിച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വെൽത്ത് അല്ലേ? നമ്മുടെ വെൽത്തിനനുസരിച്ചാണ് റിസോഴ്സ് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ റിസോഴ്സസിനനുസരിച്ചിട്ടാണ് നമ്മുടെ പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത്. ആ പെർമനന്റ് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് കൺസംഷൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കി, ഐഡന്റിഫൈ ദ ലോങ് ടേം കൺസംഷൻ ഫംഗ്ഷൻ അണ്ടർ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ്. താഴെ തന്നിരിക്കുന്നതിൽ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസിൽ കൺസംഷൻ ഫംഗ്ഷൻ ഏതാണ്? സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ, സി ഈസ് ഈക്വൽ ടു കെ വൈ പി, സി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി വൈ, സി ഈസ് ഈക്വൽ ടു കെ വൈ ടി. അപ്പോൾ നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇക്വേഷൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അല്ലേ? കാര്യം ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഓർമ്മ വരും. പക്ഷേ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്ടേ? ആൻസർ ഓപ്ഷൻ ബി ആണ്, സി ഈസ് ഈക്വൽ ടു കെ വൈ പി അല്ലേ? കെ വൈ, കെ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എം പി സി ആൻഡ് എ പി സി ആണെന്ന് പറഞ്ഞു. വൈ പി എന്താണ്? പെർമനന്റ് ഇൻകം. വൈ പി എന്താണ്ടേ? പെർമനന്റ് ഇൻകം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ ഔട്ട്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള അതിനെ കണ്ടെത്തുക. ഓപ്ഷൻ എ, ദർ ഈസ് എ കോറിലേഷൻ ബിറ്റ്വീൻ ട്രാൻസിറ്ററി ഇൻകം ആൻഡ് ട്രാൻസിറ്ററി കൺസംഷൻ. ട്രാൻസിറ്ററി ഇൻകവും ട്രാൻസിറ്ററി കൺസംഷൻ തമ്മിൽ കോറിലേഷൻ ഉണ്ട്. അതിന്റെ അസംഷൻ നമ്മൾ പഠിച്ചതാണ്. കോറിലേഷൻ ഉണ്ടോ ഇല്ലേ? അവിടെ നമ്മൾ പഠിച്ചത് ദർ ഈസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ട്രാൻസിറ്ററി ഇൻകം ആൻഡ് ട്രാൻസിറ്ററി കൺസംഷൻ എന്നാണ് പഠിച്ചത്. ഓപ്ഷൻ ബി നോക്ക്, there is no correlation between permanent income and permanent consumption. പെർമനന്റ് ഇൻകവും പെർമനന്റ് കൺസംഷനും തമ്മിൽ കോറിലേഷൻ ഇല്ല. അവിടെ ആകെ കോറിലേഷൻ ഉള്ളത് ആരൊക്കെ തമ്മിലാണ്? പെർമനന്റ് ഇൻകവും പെർമനന്റ് കൺസംഷനും തമ്മിലാണ്. അപ്പോൾ ആ ഓപ്ഷൻ ബിയുമല്ല. അപ്പോൾ എയുമല്ല ബിയുമല്ല. അടുത്ത സി നോക്ക്, there is no correlation between permanent consumption and transitory consumption. പെർമനന്റ് കൺസംഷനും ട്രാൻസിറ്ററി കൺസംഷനും തമ്മിൽ നോ കോറിലേഷൻ ഇല്ല. അത് ശരിയല്ലേ? അവിടെ അസംഷൻ പറയുന്നുണ്ട് പെർമനന്റ് കൺസംഷനും ട്രാൻസിറ്ററി കൺസംഷനും തമ്മിൽ എന്തില്ല? കോറിലേഷൻ ഇല്ല. അടുത്ത ഓപ്ഷൻ ഡി കൂടി നോക്കിയേ, there is a positive correlation between transitory income and permanent income. ട്രാൻസിറ്ററി ഇൻകവും പെർമനന്റ് ഇൻകവും തമ്മിൽ ഒരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. അങ്ങനെ പറയുന്നുണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇവിടെ ഈ തിയറിയുമായിട്ട് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, there is no correlation between പെർമനന്റ് കൺസംഷൻ ആൻഡ് ട്രാൻസിറ്ററി ഇൻകം. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ തിയറി ഒന്നുകൂടി
ആ ക്ലാസ് ഒന്നുകൂടി കണ്ടു നോക്കുക. പെർമനൻറ്റിംഗ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, അടുത്ത് നോക്ക്, ദ മെയിൻ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഏതാണ്? ഓപ്ഷൻ എ, കൺസംഷൻ ഈസ് ബേസ്ഡ് ഓൺ കറണ്ട് ഇൻകം. കൺസംഷൻ ഈസ് ബേസ്ഡ് ഓൺ ലൈഫ് ടൈം ഇൻകം. സേവിങ്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓൾ ഓഫ് ദി അബവ്. ഓക്കെ, ഇപ്പോൾ മെയിൻ കോൺസെപ്റ്റ് ബിഹൈൻഡ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ഏതാണ്ട് കൺസംഷൻ ഈസ് ബേസ്ഡ് ഓൺ കറണ്ട് ഇൻകം അല്ല, അത് അബ്സല്യൂട്ട് ഇൻകം ആണ്. കൺസംഷൻ ഈസ് ബേസ്ഡ് ഓൺ ലൈഫ് ടൈം ഇൻകം ആണോ, സേവിംഗ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണോ, ഓൾ ഓഫ് ദി അബവ് ആണ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കൺസംഷൻ ഈസ് ബേസ്ഡ് ഓൺ ലൈഫ് ടൈം ഇൻകം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. അക്കോർഡിംഗ് ടു ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്, വാട്ട് ഡു പീപ്പിൾ ഡ്യൂറിംഗ് ദെയർ വർക്കിംഗ് ഇയേഴ്സ്? അതായത് വർക്കിംഗ് ഇയേഴ്സിൽ, അതായത് ജോലി ചെയ്യുന്ന സമയത്ത്, നമ്മൾ പറഞ്ഞു മിഡിൽ ഏജ് അല്ലേ, ആ സമയത്ത് ആളുകൾ എന്താണ് ചെയ്യുന്നത്? ദേ ഡിസേവ് ടു ഫിനാൻസ് കൺസംഷൻ. അവരെന്താണ് കൺസംഷന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചർ കൺസംഷന് വേണ്ടി ഡിസേവിംഗ് നടത്തുന്നു. ദേ ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ് ആൻഡ് ബോൺസ്. അവർ സ്റ്റോക്സിലും ബോൺസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദേ സേവ് ടു ഫിനാൻസ് കൺസംഷൻ ഡ്യൂറിംഗ് ദ റിട്ടയർമെന്റ്. റിട്ടയർമെന്റ് സമയത്തുള്ള കൺസംഷന് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി അവർ സേവ് ചെയ്യുന്നു. നൺ ഓഫ് ദി അബവ്. ഏതാണ് ആൻസർ? മിഡിൽ ഏജിലാണ് അവർ കൂടുതലായിട്ട് സേവ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് സേവ് ചെയ്യുന്നത്? ഫോർ ദ കൺസംഷൻ പർപ്പസ് അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് റിട്ടയർമെന്റ് അല്ലെ, റിട്ടയർമെന്റ് പീരീഡിൽ അവർക്ക് കൂടുതലായിട്ട് കൺസംഷൻ നടത്തണം, അതിനുവേണ്ടി ഫിനാൻസ് ചെയ്യാനാണ് അവർ മിഡിൽ ഏജിൽ എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ദേ സേവ് ടു ഫിനാൻസ് കൺസംഷൻ ഡ്യൂറിംഗ് ദ റിട്ടയർമെന്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇൻ ദ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്, വാട്ട് ഹാപ്പൻസ് ടു കൺസംഷൻ ഡ്യൂറിംഗ് റിട്ടയർമെന്റ്? റിട്ടയർമെന്റ് സമയത്ത് കൺസംഷൻ എന്ത് സംഭവിക്കുന്നു? റിട്ടയർമെന്റ് പീരീഡിൽ, കാര്യം നമ്മൾ പഠിച്ചു റിട്ടയർമെന്റ് പീരീഡിൽ കൺസംഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. കാരണം എന്താണ്? സേവിങ്സ് ഉപയോഗിച്ച്, മിഡിൽ ഏജിലെ സേവിങ്സ് ഉപയോഗിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്? റിട്ടയർമെന്റ് സമയത്ത് കൺസംഷൻ. അതിവിടെ കൂടുമോ കുറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് കൺസംഷൻ ഡ്യൂറിംഗ് ദ റിട്ടയർമെന്റ് സമയത്ത് കൺസംഷൻ എന്ത് ചെയ്യും? ഇൻക്രീസസ്, ഡിക്രീസസ്, റിമെയിൻ കോൺസ്റ്റന്റ്, മോർ വോളറ്റൈൽ അല്ലേ? കൺസംഷൻ എന്താണ്? ഡിക്രീസസ് ആണ്. റിട്ടയർമെന്റ് സമയത്ത് കൺസംഷൻ എന്ത് ചെയ്യും? ഡിക്രീസസ് ആണ്. നമ്മുടെ ആൻസർ എന്താണ്? ഡിക്രീസ്. ഓവറോൾ നോക്കിയാൽ എന്ത് കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്, പക്ഷേ റിട്ടയർമെന്റ് സമയത്ത് കൺസംഷൻ സ്ലൈറ്റ്ലി കുറച്ചെങ്കിലും എന്ത് ചെയ്യും? കുറയുകയാണ് കേട്ടോ. അല്ലാതെ കോൺസ്റ്റന്റ് എന്നുള്ള കൺഫ്യൂഷൻ വരരുത്. കാരണം ഓവറോൾ ഒരാളുടെ ലൈഫ് സ്പാൻ എടുത്താൽ, ഒരാളുടെ ത്രോട്ട് ഒരാളുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ അത് കൺസംഷൻ കോൺസ്റ്റന്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? മോഡിഗ്ലിയാനി അവിടെ പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താണ്? റിട്ടയർമെന്റ് സമയത്ത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ആ സമയത്ത് കൺസംഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസസ്. ഓക്കെ, ഇനി നോക്ക്. In the life cycle hypothesis, average propensity to consume in the long run will be, long run-ൽ average propensity to consume, കണ്ടോ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസിന്റെ മറ്റൊരു തരത്തിൽ ചോദിച്ചിരിക്കുകയാണ്. In the life cycle hypothesis, average propensity to consume in the long run, ലോങ് റണ്ണിൽ APC എന്തായിരിക്കും? ലോങ് റണ്ണിൽ എന്തായിരിക്കും? APC എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. ലോങ് റണ്ണിൽ APC കോൺസ്റ്റന്റ് ആണ്. നമ്മളവിടെ പഠിച്ചതാണ്. APC കോൺസ്റ്റന്റ് ആണ് ലോങ് റണ്ണിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. What is the shape of consumption pattern over the lifetime according to life cycle hypothesis? What is the shape of the consumption pattern over the lifetime? ഒരാളുടെ ലൈഫ് ടൈമിൽ കൺസംഷൻ പാറ്റേണിന്റെ ഷേപ്പ്, കൺസംഷൻ കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ഏതനുസരിച്ച്? അക്കോർഡിംഗ് ടു ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ഒരാളുടെ ലൈഫ് ടൈമിൽ, ത്രൂ ഔട്ട് ഒരാളുടെ ലൈഫ് ടൈമിൽ അയാളുടെ കൺസംഷൻ പാറ്റേണിന്റെ ഷേപ്പ് ലീനിയർ ആണോ, ഹംബ്ഡ് ഷേപ്പ്ഡ് ആണോ, കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഹം ഷേപ്പ്ഡ് ആയിരിക്കും. ഓർത്ത് വയ്ക്കുക, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസിൽ ഒരാളുടെ കൺസംഷൻ പാറ്റേണിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹംബ് ഷേപ്പ്ഡ് ആണ്. കാരണം ആദ്യം കുറഞ്ഞിട്ടാണ് കൺസംഷൻ. കാരണം അയാളുടെ ചൈൽഡ്ഹുഡിൽ കൺസംഷൻ കുറവായിരിക്കും അല്ലേ. അയാളുടെ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഇൻകം ഒക്കെ എക്സ്പെക്ട് ചെയ്ത് കൺസ്യൂം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവിടെ കമ്പാരിറ്റീവ്ലി കൺസംഷൻ കുറവായിരിക്കും. എന്നാൽ ഇൻകം ഏൺ ചെയ്യാൻ സമയത്ത്, മിഡിൽ ഏജിൽ ഇൻകം ഏൺ ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കൺസംഷൻ കുറച്ചുകൂടി കൂടുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? കൺസംഷൻ റിട്ടയർമെന്റ് ഏജിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, കൺസംഷൻ കുറയുന്നു. അപ്പോൾ എന്താണ്? ഒരു ഹംബ് ഷേപ്പ്ഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു ഹം ഷേപ്പ്ഡ് കൺസംഷൻ ആയിരിക്കും. അതായത് ചൈൽഡ്ഹുഡിൽ കൺസംഷൻ കുറവായിരിക്കും, പിന്നീട് കൂടുന്നു, പിന്നീട് കുറയുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഹംബ് ഷേപ്പ്ഡ് ആയിരിക്കും. ഹംബ് ഷേപ്പ്ഡ് കൺസംഷൻ ആയിരിക്കും എവിടെ വരിക? ഒരു ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ഒരാളുടെ കൺസംഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ പിന്നെ മനസ്സിലാകാത്തവർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കാണുക, നോട്ട്സ് നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.
അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.